ദൈവം നമുക്ക് ഒരു വിലപ്പെട്ട അവസരം ജീവിതയാത്രയിൽ ഭാഗ്യമായി പദവിയായി തന്നത് അനുഭവിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഞാൻ പറയട്ടെ, സ്തോത്രം പറയാൻ ഒട്ടും മടി കാണിക്കരുത്. കാരണം കഴിഞ്ഞ കോവിഡ് കാലത്ത് അനേകർ ഈ മണ്ണിലേക്ക് മടക്കയാത്ര നടത്തി. പനി ചെറുതായിട്ടേ ഉള്ളൂ. ഇത് കഴിഞ്ഞൊന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ കല്യാണം, ഭവനത്തിൻ്റെ വീതം വെപ്പ്, മോൻ്റെ വിവാഹം, ഇതൊക്കെ പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് കയറിപ്പോയിട്ട് പ്ലാസ്റ്റിക് പൊതിഞ്ഞ് ഇറങ്ങി വന്ന് ശവസംസ്കാരം പോലും കിട്ടാതെ അനേകരെ കത്തിച്ച് കളഞ്ഞപ്പോൾ നിൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നിൻ്റെ കാലിനെ ഇടർച്ചയിൽ നിന്നും, നിൻ്റെ ജീവനെ മരണത്തിൽ നിന്നും സൂക്ഷിച്ച് ആയുസ്സിൻ്റെ ദിനങ്ങളെ മുറിച്ചു കളയാതെ, ഇടനെഞ്ചിൻ്റെ ചലനം അവസാനിക്കാതെ, മരണത്തിൻ്റെ തണുത്ത കരങ്ങൾ തലോടാൻ അനുവദിക്കാതെ ജീവനുള്ളവരുടെ ദേശത്ത് ഒരു രാത്രി കൂടെ വചനത്തിൻ്റെ മുൻപിലിരിപ്പാൻ ദൈവം ഭാഗ്യം നൽകിയത് പദവിയാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ആരാധനയിൽ പങ്കുചേരട്ടെ. ഇന്ന് രാത്രി നിങ്ങളുടെ ആരാധനയുടെ ശബ്ദം ദൈവസന്നിധിയിലേക്ക് ഉയരണം. ഞാൻ ഓർക്കുകയാണ്, ഓരോ ശ്വാസത്തിനും ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. 335 ഗ്രാം തൂക്കമുള്ള, മുഷ്ടിയുടെ വലിപ്പമുള്ള ഹാർട്ട് എന്ന ഒരു കൊച്ചു പമ്പ് ഇടനെഞ്ചിലിരുന്ന് ഇടവിടാതെ ഇടിക്കുന്നത് കൊണ്ടാണ് ഇവിടെ നിന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിടിപ്പിൽ 2.5 ഔൺസ് രക്തം 1 മിനിറ്റിൽ 72 തവണ. തലച്ചോറ് മുതൽ കാൽപാദം വരെ എന്ന് പറഞ്ഞാൽ തലച്ചോറെന്ന ഈ 1.5 കിലോ ഭാരമുള്ള ഈ തലച്ചോറെന്ന ചെറുലോകം, അത് വിച്ഛേദിച്ച് പരിശോധിച്ചവർ അതിൻ്റെ വിദഗ്ധ റിപ്പോർട്ടുകൾ പറയുന്നു 25,000 കോടി നാഡീകോശങ്ങളും 15,000 ഇന്നർ ക്രോസ് കണക്ഷനുകളും അതിനകത്തുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അവിടെ മുതൽ കാൽപാദം വരെയുള്ള സകല നേർവുകളെയും വലിച്ചൊരുപോലെ നീട്ടിവെച്ചാൽ 39,000 മൈൽ ചുറ്റളവുള്ള ഈ ഭൂമിയെ 2 ആവർത്തി ചുറ്റാനുള്ള നേർവുകൾ ഇതിനകത്ത് ചുരുണ്ടിരിപ്പുണ്ട്. അതിനകത്തൂടെ ഇടവിടാതെ പമ്പിങ് നടത്തിയ ഈ ജീവന്റെ തുടിപ്പെന്ന ഇടനെഞ്ചിൻ്റെ ചലനം, കഴിഞ്ഞ രാത്രി നമ്മൾ ഗാഠമായി ഉറങ്ങിയപ്പോഴും നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി ഇവൻ ഇടനെഞ്ചിൽ പണി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വേള പണി മുടക്കിയിരുന്നെങ്കിൽ എന്തായിരുന്നേനേയും ഗതി. 70 വയസ്സ് പിന്നിട്ട് ഒരാൾ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തു, ഏതാണ്ട് 250 കോടി തവണ ഇപ്പോൾ ഇടിച്ചിട്ടുണ്ട്. ആരും അതിൻ്റെ ലൈൻ മാറ്റി വെച്ചിട്ടില്ല. ഈ നോൺ സ്റ്റോപ്പ് പമ്പ് ഒന്ന് പണി മുടക്കിയിരുന്നെങ്കിൽ മൂക്കിൽ പഞ്ഞി വെച്ച് അടുത്ത മോർച്ചറിയിൽ കിടത്തിയേനെയും. എന്നാൽ കൃപയാൽ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് അനർത്ഥത്തെ ഒഴിവാക്കി വിട്ട് ഈ മുറ്റത്ത് കൺവെൻഷനിൽ നിത്യജീവന്റെ വചനത്തിൻ്റെ മുൻപിൽ ഇരിപ്പാൻ ദൈവം ഭാഗ്യം നൽകിയത് പദവിയാണെന്ന് മാത്രമല്ല, ഇന്ന് രാത്രി ഒരു പടി കൂടെ കയറി പറയട്ടെ, എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളും ഉൾക്കൊള്ളുന്ന ഈ തലമുറ മരണത്താൽ മാറുന്നതിന് മുൻപ് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ഈ ആകാശമേഘങ്ങളിൽ മടങ്ങി വരുമെന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവത്തിൻ്റെ ജനം ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തിട്ട് ഒന്ന് ചേർന്ന് പാടണം. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം പുരേ. കാൺമതിനധികാലമായി കൺകൊതിച്ചൊരു നാഥനെ, കാൺമതിനധികാലമായി കൺകൊതിച്ചൊരു നാഥനെ, അതിശയവിധം അഗതിയെ ഭൂവിൽ വീണ്ടെടുത്തൊരു ദേവനെ, അതിശയവിധം അഗതിയെ ഭൂവിൽ വീണ്ടെടുത്തൊരു ദേവനെ, 1000-10,000ങ്ങളിൽ അഴകു തിങ്ങുമൻ പ്രിയനെ, 1000-10,000ങ്ങളിൽ അഴകു തിങ്ങുമൻ പ്രിയനെ. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേം. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഇവയിൻ ധ്യാനം മാത്രമേ കരളിനരുളും ആനന്ദം,
ഇവയും ധ്യാനം മാത്രമേ കരളിനരുളും ആനന്ദം. ഇവയെ പറ്റി ഞാൻ ഇരവും പകലും പാടും ഗീതം സാനന്ദം. ഇഹത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതുതാനേ എനിക്കാലംബം. ഇഹത്തെ വിട്ടു ഞാൻ പിരിഞ്ഞ ശേഷം ഇതുതാനേ എനിക്കാലംബം. കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ ശാലേംപുരേ. കരങ്ങളെല്ലാവരും ഉയർത്തിപ്പിടിച്ച് ചില മിനിറ്റുകൾ ശബ്ദമുയർത്തി കണ്ണുകൾ അടച്ച് 1 മിനിറ്റ് ഇടം വലം ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കാതെ ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിൽ നിന്ന് പോരാടി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. അതെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ നിയോഗമുള്ള പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. അതെ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ചില വൻക്രിയകൾ ഇവിടെ ചെയ്യണം. ആത്മാവിൽ പോരാടുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് ഫിലിപ്പോസിനെ പറഞ്ഞു വിട്ടതിന് ശേഷം തേരിനോട് ചേർന്ന് നടക്കുവാൻ അന്തർനിയോഗം നൽകിയതിന് ശേഷം വെള്ളത്തിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കാൻ എന്തു തടസ്സമെന്ന് ചോദിക്കത്തക്ക വിധം വചന വ്യാഖ്യാനത്തിന്റെ പുറകിൽ വ്യാപരിച്ച ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി പരിസര വീടുകളിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ വ്യാപരിപ്പാൻ ആത്മാവിൽ പോരാടുന്ന ദൈവജനം എന്നോട് ചേർന്ന് പ്രാർത്ഥനയിൽ ജാഗരിച്ചാട്ടെ. മന്ത്രപ്രയോഗത്തിനും ക്ഷുദ്രവാദത്തിനും ആഭിചാരത്തിനും ഏലസുകൾക്കും തകിടുകൾക്കും പ്രശസ്തിയാർജിച്ച എഫേസോസ് പട്ടണത്തെ അടക്കി വാഴ അർത്തമീസിന്റെ ശക്തിയെ ബന്ധിച്ചുകൊണ്ട് 50,000 വെള്ളിക്കാശ് വിലയുള്ള മന്ത്രവാദ ഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് തീ കൊടുക്കത്തക്ക വിധം അതേ തുറന്നോസിന്റെ പാഠശാലയിൽ തുറന്ന വചനത്തിന്റെ പുറകിൽ വ്യാപരിച്ച ദൈവശക്തി ഈ ഭവനാങ്കണത്തിൽ ഇന്നു രാത്രിയിൽ ബലത്തോടെ വ്യാപരിച്ച് ചില കുടുംബങ്ങളുടെ മേൽ വന്നു വീണിരിക്കുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റാൻ ആത്മാവിൽ കൃപ ലഭിച്ച ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന് അരുളി ചെയ്തവന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് അവയെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ ഇന്നു രാത്രിയിലെ വ്യക്തികളുടെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. നിത്യതയ്ക്കായി ചില പ്രിയപ്പെട്ടവർ ഒരുക്കപ്പെടുന്ന രാത്രിയാകാൻ ഈ സദസ്സിനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ നിങ്ങൾ കൈമാറുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. കരമെന്ന് ഉയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. ഈ ദിവസങ്ങൾ തുടർച്ചയായി ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കിൽ നിന്നുകൊണ്ടാണ് ഇവിടെ വചനധ്യാനം തുടരുന്നത്. അത് യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും തദനന്തര സംഭവ പരമ്പരകളും എന്ന വിഷയത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ആ വസ്തുത കഴിഞ്ഞ രാത്രി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്, നിങ്ങളുടെ സ്മൃതിപഥത്തിലേക്ക്, നിങ്ങളുടെ സ്മരണയിലേക്ക് ഒന്ന് ഓടിച്ചു കൊണ്ടുവരുവാൻ കാലിക പ്രസക്തിയുള്ള മധ്യപൂർവ്വ പ്രദേശത്തെ സംഭവ വികാസങ്ങൾ എങ്ങനെയാണ് ഇനിയും ലോക സംഭവങ്ങളുമായി കൈകോർത്ത് യുഗത്തിന്റെ സന്ധിയിലേക്ക് നീങ്ങുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ബാക്കി ഭാഗം പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെട്ട് ഇന്നലെ രാത്രിയിലത്തെ സന്ദേശത്തിന് അവസാനം കുത്തിട്ടു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വീണ്ടും ഇന്ന് രാത്രിയിൽ നമ്മുടെ ശ്രദ്ധ തിരുവെഴുത്തിലേക്ക് കേന്ദ്രീകരിക്കണം. മത്തായി സുവിശേഷം 24-ാം അധ്യായം, മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിന് 36 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും നമുക്ക് പ്രാർത്ഥനാപൂർവം വായിക്കാം. മത്തായി സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ വായിച്ചാൽ. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ
തന്നെ ആകും. വായിച്ചാട്ടെ. അന്ന് 2 പേർ വയലിലിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? യേശുക്രിസ്തുവിന്റെ പുനരാഗമനം വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സത്യം. 31,173 വാക്യങ്ങളുള്ള വിശുദ്ധ വേദപുസ്തകത്തിൽ 8,532 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യം. ഈ വിശുദ്ധ തിരുവചനത്തിൽ 277 വേദഭാഗങ്ങൾ ഒരുപോലെ ചിത്രീകരിച്ചിരിക്കുന്ന മാറ്റമില്ലാത്ത സത്യം. ഇതിനോളം പ്രാധാന്യമുള്ള ഒരു വിഷയം ഈ വിശുദ്ധ ബൈബിളിൽ ഇല്ലവേ ഇല്ല. അത്രമാത്രം പ്രാധാന്യമുള്ള വിഷയം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവ് യുഗത്തിന്റെ സന്ധിയിൽ ചരിത്രത്തിന്റെ അന്ത്യഘട്ടത്തിൽ നടക്കേണ്ട വിഷയങ്ങൾ ഒലിവുമല പ്രഭാഷണത്തിൽ പങ്കുവയ്ക്കുകയാണ്. ആ നാളും നാഴികയും സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ആ ദിവസവും മണിക്കൂറും സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ തിരുഹൃദയത്തിൽ മറച്ചു വച്ചിരിക്കുന്ന ആ ദിവ്യ രഹസ്യത്തിൻ്റെ സമയം, അതിൻ്റെ മണിക്കൂർ തികച്ചും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിനെതിരെ വിരൽ ചൂണ്ടുന്നതല്ലിത്. കാരണം മറിയയുടെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ യേശുവിന്റെ ഈ ഭൂമിയിലെ ജന്മം തന്റെ മനുഷ്യത്വത്തിലായിരുന്നു. കാലാതീതതയിൽ നിന്ന് അക്കാലിത്തൊഴുത്തിലൂടെ കന്യകയുടെ ഉദരത്തിൽ ഉരുത്തിരിഞ്ഞ് ഈ ലോകത്തിലേക്ക് കാലൂന്നി കയറി വന്ന് പാപകളങ്കങ്ങൾ തെല്ലുമേശാതെ ഈ മണ്ണിൽ കറതീർന്ന പവിത്ര ജീവിതം നയിച്ച് 30-ാമത്തെ വയസ്സിങ്കൽ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതമെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ കൈക്കീഴിൽ നിമജ്ഞന സ്നാനം സ്വീകരിച്ച് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്ത് നാടകം സഞ്ചരിച്ച് 33.5 തിരുവയസ്സിങ്കൽ 30 വെള്ളിക്കാശിന്റെ തിളക്കത്തിൽ സ്വന്തം ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട് കാൽവറിയിൽ 2 കള്ളന്മാരുടെ നടുവിൽ കാര്യം പാണുകളിൽ തൂങ്ങി മരിച്ച് കുലയ്ക്ക് കൊടുത്ത മരണത്തിനും കനത്ത കാവൽ ശക്തിക്കും വിധേയനായി കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കല്ലറയ്ക്കുള്ളിൽ കാളവണ്ടി ചക്രത്തിന്റെ വലിപ്പത്തിലുള്ള കല്ലുരുട്ടി വെച്ച് റോമൻ ശക്തികളെ കുഴിമാടത്തിന് കാവൽ നിൽക്കുമ്പോൾ കാവൽ പടയാളികളുടെ കാൽമുട്ടുകളെ കിടുകിട വിറപ്പിച്ച് മരണപാതാളങ്ങളുടെ മേൽ ജയമെടുത്ത് ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് ആണിപ്പാടേറ്റ പൊന്ന് കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിച്ച് അവർ കാണെ സ്വർഗാരോഹണം ചെയ്ത് ഇത്രയും ദൈവമക്കൾ ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്ത് തൃക്കരങ്ങളം തങ്കത്തളികയിൽ പരിശുദ്ധ രക്തവുമായി മധ്യസ്ഥതയണച്ച് ഇനി അധികം താമസിക്കാതെ ആകാശമേഘങ്ങളിൽ തന്റെ സഭയെ ചേർക്കാൻ മടങ്ങി വരുന്ന യേശുവിന്റെ ഇഹലോക ജീവിത യാത്ര മനുഷ്യത്വത്തിന് വിധേയപ്പെട്ടതായതുകൊണ്ട് അതിന്റെ കൃത്യ ടൈം പിതാവിന്റെ നിർണയത്തിൽ മറഞ്ഞിരിക്കുന്നു. അത് തന്റെ മനുഷ്യത്വത്തിൽ വ്യക്തമാക്കാൻ താൻ ആഗ്രഹിച്ചില്ല. എന്നിട്ട് താൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, എന്നാൽ ഒരു സീസൺ ഞാൻ നിങ്ങളുടെ മുൻപിൽ വ്യക്തമാക്കി തരാം. ഒരു സീസൺ, ആ സീസൺ നിങ്ങളുടെ കൺമുൻപിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ കണ്ണടച്ചിരുന്നുറങ്ങരുത്, നിങ്ങൾ തല ഉയർത്തിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ തൻ്റെ മടങ്ങി വരവ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ് എന്ന് വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. എന്താണ് ആ തൻ്റെ മടങ്ങി വരവിൻ്റെ സീസൺ? ഒരു കാലം ചരിത്രത്തിൽ എത്തിച്ചേരും എന്ന് പറഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകം നാം സമഗ്രമായി അപഗ്രഥിച്ചാൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, സമഗ്രമായി അപഗ്രഥിച്ചാൽ മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ ഇടപാടും കാലങ്ങളെ വ്യത്യസ്ത ഘട്ടങ്ങളുള്ള യുഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ യുഗം നിഷ്കൽമഷ യുഗം.
ആദം ഹവ്വമാരെ ഏദനിൽ ആക്കുന്നത് മുതൽ, എന്നോടൊപ്പം നിങ്ങൾ തികച്ചും ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുക. ആദം ഹവ്വമാരെ ദൈവം ഏദനിൽ ആക്കുന്നത് മുതൽ, ഏദൻ പൂങ്കാവനത്തിൽ നിന്നും പാപക്കനി പിടിച്ച് കടിച്ച് പാളിച്ച പറ്റി പാപത്തിൽ വീണ് പതനം ഭവിച്ച് അവർ പുറത്തിറങ്ങുന്നത് വരെയുള്ള കാലഘട്ടം നിഷ്കൽമഷയുഗം. നിഷ്കൽമഷയുഗത്തിന്റെ തൊട്ടു പുറകിലെത്തുന്നത് മനസാക്ഷി യുഗമാണ് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഏതിൽ അവർ പുറത്താക്കപ്പെടുന്നത് മുതൽ നോഹയ്യ പ്രളയം വരെയുള്ള കാലഘട്ടം മനസാക്ഷി യുഗം. അടുത്തത് മാനുഷിക ഭരണയുഗമാണ്. നോഹയ്യ പ്രളയം മുതൽ ബാബേൽ ഗോപുര നിർമ്മാണം വരെയുള്ള കാലഘട്ടം മാനുഷിക ഭരണയുഗം. അടുത്തത് വാഗ്ദത്ത യുഗമാണ്. കൽദയ പട്ടണമായ ഊരിൽ നിന്ന്, ഇന്നത്തെ ഇറാഖിന്റെ ദക്ഷിണ ഭാഗത്തുള്ള ഡൽമുക്കയാർ എന്ന പട്ടണത്തിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നത് മുതൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരകൾ വാഗ്ദത്ത ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടുന്നത് വരെയുള്ള കാലഘട്ടം ബൈബിൾ പ്രവചനങ്ങളിൽ വാഗ്ദത്ത യുഗമാണ്. അടുത്തത് ന്യായപ്രമാണ യുഗമാണ്. അത് രണ്ട് മലയിടുക്കുകളുടെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നാമത്തെ മല സീനായി മല, അടുത്ത മല കാൽവറി മല. മേഘം, അന്ധതമസ്, കൂരിരുട്ട്, വാക്കുകളുടെ ശബ്ദം, ഇവയിൽ കത്തിക്കാളുന്ന തീയിൽ പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവം ഒരു മലയുടെ മുകളിൽ ദിവ്യപ്രതാപത്തോടെ തീജ്വലിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ, അയ്യോ ഞാനും പേടിച്ചു വിറയ്ക്കുന്നേ എന്ന് മോശ പറയത്തക്ക വിധം മഹാദൈവം ഒരു മലയുടെ മുകളിൽ ഇറങ്ങിയ സീനായി കൊടുമുടിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രക്ഷകൻ നമുക്ക് വേണ്ടി പ്രതിമരണം അനുഭവിച്ചുകൊണ്ട് പിടഞ്ഞു മരിച്ച ഗോൽഗോഥ മലയ്ക്കുമിടയിൽ, രണ്ട് മലയിടുക്കുകളുടെ ഇടയിൽ ന്യായപ്രമാണ യുഗം നിലകൊള്ളുക. അടുത്ത യുഗം സഭായുഗം, കൃപായുഗം, ചർച്ച് ഏജ്, ഹോളി സ്പിരിറ്റ് ഏജ് എന്നറിയപ്പെടുന്ന ഈ ആത്മയുഗമാണ്. ശ്രദ്ധിക്കണേ, ന്യായപ്രമാണ യുഗം രണ്ട് മലയിടുക്കുകളുടെ ഇടയിൽ സ്ഥിതി ചെയ്തു എങ്കിൽ കൃപായുഗം രണ്ട് പുനരുത്ഥാനങ്ങളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. കഴിഞ്ഞ ദിവസം ശ്രീബുദ്ധന്റെ ഒരു ചെറിയ അസ്ഥിയുടെ കഷണം കിട്ടിയതിൻ്റെ പേരിൽ ആഘോഷിക്കുന്ന അനുയായികളെ കണ്ടു. ഇന്ന് രാത്രി യേശുവിൻ്റെ അസ്ഥിയുടെ കഷണം കിട്ടാഞ്ഞത് കൊണ്ട് ആഘോഷിക്കുന്നവരാണ് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ. ഉലക മഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയിൽ ഉറങ്ങുമ്പോൾ മരണത്തെ ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റത് സങ്കല്പമല്ല. 1000ഓളം കണ്ണുകൾ നേരിട്ട് കണ്ട, 500ഓളം വ്യക്തികൾ പച്ചയ്ക്ക് കണ്ട യാഥാർത്ഥ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഉയർപ്പ് യേശു കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ്. അടുത്തൊരു ഉയർത്തെഴുന്നേൽപ്പ് ഞാനും നിങ്ങളും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ മുഖത്തതിൻ്റെ തുടിപ്പറിയണം. കർത്താവ് താൻ, ബാക്കി എന്ന് പറഞ്ഞേ, പ്ലീസ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിൻ്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ആ ഉരത്ത നാദം മധ്യാകാശ മൈതാനിയിൽ മുഴങ്ങുമ്പോൾ മണ്ണിലുറങ്ങുന്ന വിശുദ്ധന്മാർ 33.5 തിരുവയസ്സിന്റെ തുടിച്ചു പൊന്തുന്ന യൗവന പ്രഭ നേടി മണ്ണിനെ ഭേദിച്ചുയർക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തര ശരീരികളായി ഈ നക്ഷത്ര ഗോളങ്ങൾക്കപ്പുറത്തേക്ക് ഗാലക്സികൾക്കും നെബുലകൾക്കും ഇടയിലൂടെ നമ്മുടെ വീണ്ടെടുപ്പുകാരന്റെ സന്നിധിയിലേക്ക് പറന്ന് കയറുന്ന ദിവസം കൺമുൻപിലുണ്ട് എന്ന് കാണുന്ന ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി കൈകെട്ടി വാപൂട്ടിയിരിക്കരുത്. പ്രാപിക്കാൻ തുടങ്ങുന്ന മഹത്വം ഓർക്കുമ്പോൾ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം, അതിൻ്റെ ദിവസങ്ങൾ അടുത്തു വരികയാണ്, അതിൻ്റെ സമയങ്ങൾ അടുത്തു വരികയാണ്. അടുത്തൊരു ലോക്കൽ സഭയുടെ അല്ലെങ്കിൽ ഒരു മുറ്റത്ത് കൺവെൻഷൻ നടക്കുന്നതിന് മുൻപ് എൻ്റെ കർത്താവ് മേഘങ്ങളിൽ വന്നിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരു ദൈവപൈതൽ ഇവിടെയുണ്ടോ? ഈ രാത്രി അതിൻ്റെ അനുഭവം അകത്ത് പ്രാപിച്ച ദൈവമക്കൾക്ക് ഈ രാത്രി ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. മേഘമണ്ഡലങ്ങൾക്കിടയിലൂടെ മുകളിലോട്ട് കയറിപ്പോയ ഒരു പട്ടത്തിൻ്റെ ഒരു വശത്തെ ചരട് ഒരു കൊച്ചൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഒരു വൃദ്ധൻ വന്ന് തലപൊക്കി നോക്കി വെച്ച് പറഞ്ഞു, മക്കളെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പട്ടം പൊട്ടിപ്പോയടാ. അപ്പോൾ വൃദ്ധനോട് കൊച്ചൻ പറഞ്ഞു, പട്ടം പൊട്ടിയിട്ടില്ല,
എൻ്റെ കയ്യേൽ അതിൻ്റെ ഇളുക്കറിയുന്നുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ മുഖത്ത് നോക്കുമ്പോൾ കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ ഇളുക്ക്, ആ ഉൾവലിവ് അകത്തനുഭവിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട്. സ്തോത്രം പറയാതെ തന്നെ അവരുടെ അകം ഇന്ന് രാത്രി കത്തിച്ചൊലിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം അകത്ത് പ്രാപിച്ച ദൈവപൈതലേ, കർത്താവിൻ്റെ വരവെന്ന് കേൾക്കുമ്പോൾ സ്തോത്രം പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം നിന്റെ ജന്മസിദ്ധമായ സ്വഭാവമാണ്. അത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ വിളിച്ചു പറയണം, അവൻ മടങ്ങി വരാറായി. ദൈവത്തിന് സ്തോത്രം. ജന്മസിദ്ധമായ സ്വഭാവമാണ് എന്ന് പറഞ്ഞത് ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ച വാക്കാണ്. നിങ്ങൾക്കറിയാം, കുറച്ച് കോഴിമുട്ടയും താറാവും മുട്ടയും കൂടെ ഒരു കോഴിയുടെ കീഴിൽ കൊണ്ട് അടവെച്ചതിന് ശേഷം നേരെ ആറ്റുകടവിലോട്ട് കൊണ്ട് ഈ താറാവ് മുട്ടതെ കുഞ്ഞുങ്ങളെ കോഴിക്കുഞ്ഞുങ്ങളെയും കൂടെ വിടണം. ഇച്ചിരി കഴിയുമ്പോൾ ജന്മസിദ്ധമായ സ്വഭാവം മനസ്സിലാകും. കോഴിക്കുഞ്ഞുങ്ങൾ കരയിലോട്ട് ഓടിക്കയറും, താറാവും കുഞ്ഞുങ്ങൾ വെള്ളത്തിലോട്ട് നീന്താൻ തുടങ്ങും. ഇന്ന് രാത്രി പറയട്ടെ, കുരങ്ങിനെ മരം കയറാൻ പഠിപ്പിക്കണ്ട, എലിയെ നെല്ല് തൊലിക്കാൻ പഠിപ്പിക്കണ്ട കേട്ടോ. കർത്താവിൻ്റെ രക്ഷ അനുഭവിച്ചറിയുന്ന ദൈവമക്കളെ സ്തോത്രം പറയാൻ പഠിപ്പിക്കണ്ട. അറിയാതെ ദൈവത്തെ സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തും. ഇന്ന് രാത്രി കിട്ടാൻ പോകുന്ന പണത്തിൻ്റെ പേരിലല്ല, വാങ്ങാൻ പോകുന്ന കാറിൻ്റെ പേരിലല്ല, വാങ്ങിച്ച വസ്തുവിൻ്റെ പേരിലല്ല. വാഹനം ഓടിച്ചു പോകുമ്പോൾ കണ്ണൊന്നടഞ്ഞു പോയാൽ പാട്ട പോലെ പൊടിയുന്നൊരു പാട്ടവണ്ടി കിട്ടിയതിനേക്കാൾ, അല്പം വസ്തു വാങ്ങിക്കാൻ ഭാഗ്യം കിട്ടിയതിനേക്കാൾ ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരുണ്ട്. കാഹളം തൊരിച്ചാൽ ഞാൻ നിത്യതയ്ക്ക് അർഹനാണ് എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മാവിൽ പറയണം, ആ നാളും നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ലെങ്കിലും നോഹയുടെ കാലം പോലെ എന്ന് പറഞ്ഞാൽ മനസാക്ഷി യുഗത്തിന്റെ സന്ധ്യയിൽ ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചു, സകല ജീവജാലങ്ങളും ക്യൂ നിന്ന് പെട്ടകത്തിൽ കയറി. പക്ഷേ സ്തോത്രം, 8 പേർ മാത്രമേ പെട്ടകത്തിൽ കയറിയുള്ളൂ. ബാക്കിയുള്ളവർ പരിഹസിച്ചു. ദൈവത്തിന്റെ കരം പ്രകൃതിയുടെ 2 ജലശേഖരങ്ങളെ തുറന്നു. ആകാശ ജലശേഖരങ്ങളെ തുറന്ന് പ്രളയജലം താഴേക്ക് ഇരമ്പി ഇറങ്ങി. ഭൂഗർഭ ജലശേഖരത്തെ തകർത്ത് പ്രളയജലം മുകളിലോട്ട് പൊങ്ങിക്കയറി. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങൾക്കിടയിൽ നിന്ന് നോഹയുടെ പത്തേമാരി എന്ന ഈ വലിയ കപ്പൽ 475 അടി നീളം, 75 അടി വീതി, ദൈവത്തിന് സ്തോത്രം 35 അടി പൊക്കമുള്ള ഈ വലിയ പത്തേമാരി ഉയരാൻ തുടങ്ങി. ഉയർന്ന് അന്ന് അറിയപ്പെട്ട ഏറ്റവും വലിയ പർവ്വതത്തിന്റെ ഉച്ചിയിൽ കൂടെ പ്രളയജലം കയറിയിറങ്ങിയപ്പോൾ ടർക്കിയുടെ അതിർത്തിയിൽ ഇറാഖിന്റെ ബോർഡറിൽ 16,000-ലധികം അടി ഉയരത്തിൽ വർഷത്തിന്റെ 9 മാസം മഞ്ഞുമൂടി കിടക്കുന്ന അറാറാത്ത് എന്ന പുരാതന പർവ്വതത്തിന്റെ മുകളിൽ ഈ പെട്ടകം ഉറയ്ക്കുകയും 2ാം ലോകമഹായുദ്ധകാലത്ത് താണു പറന്ന വൈമാനികർ ഒരു വലിയ കപ്പൽ ഉറച്ചു കിടക്കുന്ന കാഴ്ച കണ്ട് ആ തടിക്കഷണങ്ങളിൽ കാർബൺ ടെസ്റ്റ് നടത്തിയപ്പോൾ 6000 കൊല്ലം പഴക്കമുള്ള ഒരു വലിയ പത്തേമാരിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തത് സത്യമാണെങ്കിൽ എൻ്റെ ദൈവത്തിന്റെ കരം ഈ പ്രകൃതിയുടെ പുറകിൽ ചലിക്കുന്നുണ്ട്. ആരൊക്കെ പ്രളയം നിഷേധിച്ചാലും ദൈവത്തിന്റെ കരം ചരിത്രത്തിൽ ചലിച്ചതുപോലെ മടങ്ങി വരവ് യാഥാർത്ഥ്യമാകും. അതുകൊണ്ട് കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഒരുങ്ങുന്ന രാത്രിയാകണം. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഗുരുതരമായൊരു മുന്നറിയിപ്പുണ്ട്, ഭയത്തോടെ കേൾക്കേണ്ട മുന്നറിയിപ്പ്. എന്തെന്നറിയാമോ ഗുരുതര മുന്നറിയിപ്പ്? അന്ന് 2 പേർ ഒരു കിടക്കയിൽ ആയിരിക്കും. ഒരാളെ കൈക്കൊള്ളും, മറ്റൊരാൾ തള്ളപ്പെടും. അന്ന് 2 പേർ ഒരു കൃഷിസ്ഥലത്തായിരിക്കും. ഒരാൾ കൈക്കൊള്ളപ്പെടും, മറ്റൊരാൾ കൊള്ളപ്പെടും, തള്ളപ്പെടും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കർത്താവിൻ്റെ വരവടുത്തത് കൊണ്ട് അതിനുവേണ്ടി കൊതിക്കുന്ന എത്ര പേർ അവിടെ ഞാൻ കൈവിടപ്പെടരുതെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ കർത്താവ് ഏത് സമയത്ത് വരുന്നു എന്നറിയായികയാൽ ഉണർന്നിരിപ്പീൻ എന്നെഴുതിയിരിക്കുന്ന വചനം ഒന്ന് ധ്യാനിച്ചുകൊണ്ട്, കർത്താവേ ഞാൻ കൈവിടപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. മഹാരാഷ്ട്രയിൽ സുവിശേഷ പ്രവർത്തനത്തിനായി അമേരിക്കയിൽ നിന്നും ഒരു 3 സുവിശേഷകർ എത്തിച്ചേർന്നു. നടന്ന സംഭവമാണ്. അവർ 3 പേരും ചില പ്രത്യേക മേഖലകളിൽ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. എയർപോർട്ടിലെത്തി. ശിവാജി എയർപോർട്ടിൽ നിന്നും കയറിപ്പോകുന്ന സമയം അവസാനത്തെ ചെക്കിങ്ങും കഴിഞ്ഞ് ഫ്ലൈറ്റിന്റെ എൻട്രൻസിലേക്ക്, ഗേറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഗേറ്റിൽ മുൻപിൽ നിന്ന് രണ്ടുപേരും പാസ്പോർട്ട് കാണിച്ചു മുൻപോട്ട് പോയി. പുറകിൽ നിന്ന ഒരാൾ പാസ്പോർട്ട് നോക്കിയപ്പോൾ കാണുന്നില്ല. വെപ്രാളം തുടങ്ങി. പെട്ടെന്ന് പുറകോട്ടോടി ഇരുന്ന സീറ്റിൽ നോക്കിയില്ല. അതിനപ്പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു. അപ്പോഴേക്കും വെപ്രാളം ആരംഭിച്ചു. പാസ്പോർട്ടില്ല, ബോർഡിംഗ് പാസും കയ്യിലില്ല. എന്തിന്? നെഞ്ചിടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എത്തിച്ചേർന്നു. പലയിടത്തും തപ്പി. കയ്യിൽ നിന്ന് കൈമോശം വന്നതോ മോഷ്ടിക്കപ്പെട്ടതോ എന്തുമാകട്ടെ, രണ്ടുപേരും ക്യൂവിൽ മുൻപോട്ട് പോകുമ്പോ പാസ്പോർട്ട് നഷ്ടപ്പെട്ടയാൾ രണ്ട് കൈയും തലയിൽ വെച്ച് നിലത്തോട്ട് മുട്ടുകുത്തിയിരുന്ന് അയ്യം വിളിക്കുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു. കൂടെ യാത്ര ചെയ്ത രണ്ടുപേരും അകത്തോട്ട് ഗ്ലാസ് ഡോറിലൂടെ പോകുമ്പോ ടാറ്റ, ക്രമീകരണങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുമ്പോ ഈ ഒരുവൻ മാത്രം നിലത്ത് കുത്തിയിരുന്ന് നിലവിളിക്കുന്നത് പോലെ, ഞാനും നിങ്ങളും കൈവിടപ്പെട്ടാൽ അത് ദുരന്തമാണ്. ഇന്ന് രാത്രി ഒരു നിമിഷം വലത് കരം ഉയർത്തിപ്പിടിച്ച് ശബ്ദമുയരട്ടെ. എല്ലാ ദൈവമക്കളും ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഒരു വാ പോലും അടഞ്ഞിരിക്കാതെ ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. കർത്താവേ, ഞാൻ കൈവിടപ്പെടരുത്. എത്ര ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? ശബ്ദമുയരട്ടെ. കർത്താവേ, ഞാൻ കൈവിടപ്പെടരുത്. ഇന്ന് രാത്രി ദൈവശക്തി ഇവിടെ വ്യാപരിക്കുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ചില പ്രിയപ്പെട്ടവരുടെ മേൽ ആധിപത്യം പുലർത്തിയിട്ടുള്ള പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളെ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ ദൈവാത്മാവ് അഴിച്ചു മാറ്റുകയാണ്. അന്ധകാര ശക്തികൾ നിത്യ നരകത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ചിലരുടെ മേൽ തന്റെ കൈകൾ വെച്ചിരിക്കുമ്പോൾ ഈ രാത്രി അവസാനത്തെ പ്രാർത്ഥനാ ഘട്ടത്തിന് മുൻപ് അവ അഴിഞ്ഞു മാറും. ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. ദൈവം ഈ രാത്രി പ്രവർത്തിക്കാൻ എഴുന്നേൽക്കുന്ന രാത്രിയാണ്. ഓർക്കുക, കർത്താവിന്റെ മടങ്ങി വരവ് നിങ്ങൾക്ക് ഈ പ്രദർശനത്തിൽ കാണാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ പുനരാഗമനം എന്ന വസ്തുത യാഥാർത്ഥ്യമായി തെളിയിക്കാൻ കഴിയും. ഞാനതിന്റെ ആമുഖത്തിലേക്ക് കടന്ന് ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി കാര്യങ്ങൾ സമയത്തിന്റെ യാഥാർത്ഥ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് പങ്കുവയ്ക്കാം. ശ്രദ്ധിച്ചു കേൾക്കുക. ഇത് സങ്കല്പമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. എന്ന് പറഞ്ഞാൽ ഇത് മതത്തിന്റെ മിത്തല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഓർക്കുക, യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം യാഥാർത്ഥ്യമാണോ? ഇത് പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രവചനത്തിന്റെ കേന്ദ്രബിന്ദു അവന്റെ മടങ്ങിവരവാണ്. യേശു ക്രിസ്തുവിന്റെ വാക്കുകളിൽ താൻ വ്യക്തമാക്കിയത് അവിടുത്തെ മടങ്ങിവരവാണ്. സ്വർഗീയ ദൂതന്മാരുടെ ഭാഷ പരിശോധിക്കൂ, അത് വ്യക്തമാക്കുന്നു അവിടുത്തെ മടങ്ങിവരവ്. എന്ത് അപ്പസ്തോലിക പിതാക്കന്മാർ പഠിപ്പിച്ച പഠിപ്പിക്കൽ നോക്കൂ, അത് വ്യക്തമാക്കുന്നു അവന്റെ മടങ്ങിവരവ്. എന്തിന്? നാം അനുഭവിക്കുന്ന കർത്തൃമേശയുടെ അതിർത്തി നിശ്ചയിക്കുന്ന ഒരു മഹാസംഭവമുണ്ട്. ഓരോ ആഴ്ചയിലും കർത്തൃമേശ എടുക്കുമ്പോൾ അഭിഷിക്തൻ പറയും, എന്താണ് തിരുവെഴുത്ത് പറയുന്നത്? ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അങ്ങനെയാണെങ്കിൽ മേശമേൽ അപ്പവീഞ്ഞുകളായി കാണുന്നവനെ ഞാൻ മുഖാമുഖം കാണുന്ന ദിവസങ്ങൾ അടുത്തു വരുന്നു എന്നാണ് കർത്തൃമേശ പറയുന്നതെങ്കിൽ തിരിച്ചറിയണം, കർത്തൃമേശയുടെ സാക്ഷ്യം യേശുവിന്റെ മടങ്ങിവരവാണ്. ഞാൻ ഇന്നലെ ഓർപ്പിച്ചു, അപ്പസ്തോലിക സഭയുടെ മാത്രമല്ല, സഭാ ചരിത്രത്തിൽ പിതാക്കന്മാർ പട്ടക്കാർ പോലും എഴുതി വെച്ച പുരാതന രേഖകളൊക്കെ നിങ്ങളൊക്കെ കേൾക്കുന്നതല്ലേ? അത് എപ്പിസ്കോപ്പൽ സഭകളിൽ ഉയരുന്ന നിരവധി പാട്ടുകൾ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ, കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർക്കരുളണമേ നല്ലോർമ്മ. അടുത്ത പ്രയോഗം ശ്രദ്ധിക്കണം. നിന്റെ മഹത്വമുദിക്കും നാൾ. അതിന്റെ അർത്ഥം എന്താ? നിന്റെ മഹത്വം ഉദിക്കുന്ന ഒരു ദിവസം മടങ്ങിവരവ് വരുന്നെന്ന്. അങ്ങനെയാണെങ്കിൽ ക്രൈസ്തവ സഭയിലെ ഒരു വിഭാഗത്തെയും മാറ്റിവെക്കേണ്ട, സകല വിഭാഗവും ഒരുപോലെ വിശ്വസിക്കുന്നു നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്ന്. ഇത് വലിയ ആധികാരിക രേഖയാണ്. നിങ്ങൾ ഓർക്കണം, പഴയ നിയമ പ്രവാചകന്മാർ എന്താ പ്രവചിച്ചേ? ഒരു കൊച്ചു രംഗത്തേക്ക് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഒന്ന് ക്ഷണിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ മരണം കഴിഞ്ഞ ആ രാത്രി കല്ലറയ്ക്കൽ ചെന്ന് ശിഷ്യന്മാർ രംഗമൊക്കെ കണ്ട് അന്ന് വൈകിട്ട് രണ്ട് ശിഷ്യന്മാർ ഒരുമിച്ച് എമ്മൂസിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഈ യാത്രയ്ക്കിടയിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ആരൊക്കെയാ? ഈ അപരിചിതരായ രണ്ടുപേർ.
ഈ രണ്ടുപേർ ഒരു അപരിചിതനുമായിട്ട് സംസാരിക്കുന്ന രംഗം നിങ്ങൾക്കറിയാം. എന്താ അവർ പറഞ്ഞുകൊണ്ട് പോകുന്നത്? ഞങ്ങളുടെ പടകും ഞങ്ങളുടെ വലയും ഞങ്ങളുടെ തുഴയും ഒക്കെ ഞങ്ങൾ വിട്ട് ഞങ്ങൾ നസ്രായനെ പിൻപറ്റി, ഞങ്ങളുടെ ആശയും ആവേശവും ഒക്കെ തണുത്തു. അവൻ കൊല്ലപ്പെട്ടു. അവൻ ദൈവമാണെങ്കിൽ എങ്ങനെ കൊല്ലപ്പെടും? അവൻ ക്രൂശിക്കപ്പെട്ടു. ഇന്ന് രാവിലെ ഞങ്ങളുടെ സഹോദരിമാർ ചിലർ കല്ലറയ്ക്കലെത്തിയപ്പോൾ ബോഡി അവിടെ ഇല്ല. എന്ത് മറിമായം? മോഷ്ടിക്കപ്പെട്ടതാണോ? ഇങ്ങനെ തർക്കിച്ചും വാദിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾക്ക് മറയ്ക്കപ്പെട്ടൊരു അപരിചിതൻ അവരുടെ കൂടെ നിഴൽ പോലെ പിന്തുടരുകയാണ്. എന്താ ഇത്ര കാര്യമായി പറയുന്നത്? പറ, പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് തർക്കിക്കുന്നതിനിടയിൽ കയറി ഈ അപരിചിതൻ സംസാരിക്കുമ്പോൾ രണ്ടുപേരും കൂടെ തിരിഞ്ഞു എന്ന് പറയുക, യെരൂശലേമിൽ നിന്ന് വന്നു പാർക്കുന്നതിൽ നീ മാത്രം ഇതൊന്നും അറിയുന്നില്ലയോ? ഞങ്ങളുടെ ഗുരുവും ഗുരുനാഥനും എന്ന് വെച്ച് ഞങ്ങൾ പിൻപറ്റിയ നസറയനായ യേശുവിനെ ശത്രുക്കൾ കൊന്ന് ക്രൂശിച്ചു. ഇന്ന് രാവിലെ ഞങ്ങളുടെ സഹോദരിമാർ ചിലർ കല്ലറയ്ക്കെത്തിയപ്പോൾ തുണി മാത്രമേ ഉള്ളൂ, ബോഡി എവിടെ ഇല്ല. അത്ഭുതകരം. വസ്തുതകൾ തെളിയിക്കാൻ തുടങ്ങിയപ്പോൾ പ്രസംഗിച്ചു തുടങ്ങിയ വിഷയമെന്നറിയാമോ? ആ വഴിയാത്രയിൽ 10 കിലോമീറ്റർ യാത്രയിൽ ഈ അപരിചിതൻ അവരുടെ കണ്ണുകൾക്ക് മറയ്ക്കപ്പെട്ടു നിൽക്കുന്ന ഈ ആൾ രൂപം പറയുകയാണ്, ഹേ, പ്രവാചകന്മാർ പറയുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ച് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? അതിന്റെ അർത്ഥം എന്താ? ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ, അവന്റെ മഹത്വമണിയൽ, ഇത് രണ്ടും യാത്രയിൽ അങ്ങോട്ട് സംസാരിക്കുക. ചരിത്രവും പ്രവചനവും കോർത്തിണക്കി മഹത്വമണിഞ്ഞ ക്രിസ്തു, കഷ്ടാനുഭവത്താൽ പൂർണ്ണനായ ക്രിസ്തു, ഇതങ്ങോട്ട് വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വഴി രണ്ടായി പിളരുന്ന ഒരു സ്ഥലത്തെത്തി. യാത്രയിൽ തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ ഈ അപരിചിതനായ ആളിനോട് ഈ ശിഷ്യന്മാർ പറഞ്ഞു, ഇന്ന് രാത്രിയായില്ലേ, നമുക്ക് ഒന്നിച്ച് പാർക്കാം, കുറെ സംശയം ചോദിക്കാമല്ലോ, പരിഹാരം വരുത്തി തരാമല്ലോ. അങ്ങനെ 3 പേരും കൂടി ഒരു സത്രത്തിലെത്തി. സത്രത്തിൽ ഭക്ഷണപ്പൊതി കൈകളിൽ എടുക്കുന്ന സമയം വന്നു. ബഹുമാന്യനായ കെ എബ്രഹാം അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ, യഹൂദ മര്യാദ പ്രകാരം കയ്യിലെടുത്തിരിക്കുന്ന ഈ അപ്പം അവരുടെ കൺമുൻപിൽ വെച്ച് മുറിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ ഇമവെട്ടി ഒന്ന് തുറന്നു നോക്കി. അവർക്ക് മനസ്സിലായി, ഈ നിൽക്കുന്നത് മറ്റാരുമല്ല, അത് ഉയർത്തെഴുന്നേറ്റ യേശുവാണ്. ആ മുറിവേറ്റ കൈകളിലാണ് അപ്പം ഇരിക്കുന്നത്. അവർ അത്ഭുതപരതന്ത്രരായി, അവർ ഇതികർത്തവ്യഥാ മൂഢരായി, അവർ സ്തബ്ധരായി, സപ്തനാടിയും സ്തംഭിച്ചതുപോലായി. സ്തോത്രം. അപ്പോഴേക്കും അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ഒടുവിൽ ഇവർ രണ്ടുപേരും കൂടെ പറയുന്ന ഭാഷ കേൾക്കണം. സ്തോത്രം. അവൻ വഴിയാത്രയിൽ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് രാത്രി ഇത്രയും ദൈവമക്കൾ ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് കാണുന്നില്ലെന്നേ ഉള്ളൂ, ഉറക്കം തൂങ്ങിയിരുന്ന് കേൾക്കാനുള്ളതല്ല. തേജസ് വാരി ഉടുത്തുകൊണ്ട് ഈ മുറ്റത്തുകൂടെ എൻ്റെ രക്ഷകൻ ഉലാവിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തിരിച്ചറിയുന്ന ദൈവമക്കളുടെ അകം കത്തണം. അകം കത്തുന്ന ദൈവമക്കൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയുകയില്ല. അവൻ വഴിയാത്രയിൽ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഇന്ന് രാത്രി പ്രവചന വിഷയങ്ങളുടെ വ്യാഖ്യാനം കേൾക്കുമ്പോൾ, അവന്റെ മടങ്ങി വരവിന്റെ ചിന്ത ഗ്രഹിക്കുമ്പോൾ അകം അറിയാതെ കത്തുന്ന ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടോ? നിന്റെ മേൽ വ്യാപരിക്കുന്നത് സ്വയാത്മാവല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്നത് ദുരാത്മാവല്ല, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവാണ് നിന്റെ അകത്ത് വ്യാപരിക്കുന്നെന്നുള്ളൊരു തെളിവാണ്. ഈ രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവപൈതലെ, ഇഞ്ചി തിന്ന കൊരങ്ങിന്റെ പരുവത്തിൽ ചുക്ക് കഷായം കുടിച്ച പോലെ, ഒലക്ക വിഴുങ്ങിയ പോലെ, ചലിക്കാത്ത പ്രതിമ പോലെ, ദൈവത്തിന് സ്തോത്രം, ഹിമാലയ പർവ്വത്തിൽ മുനിയിരിക്കുന്നത് പോലെ യോഗത്തിനകത്ത് വരവ് കേട്ടാലും ഇരിക്കുന്ന ഹതഭാഗ്യ, നിനക്ക് നിത്യതയുടെ ദർശനമില്ല. എന്നാൽ മടങ്ങി വരവെന്ന് കേൾക്കുമ്പോൾ അറിയാതെ അകം കത്തുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, അകം കത്തുന്ന നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി അമാനുഷികമാണ്. അനുഭവം പ്രാപിച്ച ദൈവമക്കൾ പറയുന്നു, അവന്റെ മടങ്ങി വരവ് പഴയ നിയമ പ്രവാചകന്മാരുടെ പ്രവചനത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. അത്രമാത്രം യാഥാർത്ഥ്യമാണ് വിശുദ്ധ തിരുവെഴുത്തിൽ അവൻ്റെ മടങ്ങിവരവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ഏറെ പ്രാധാന്യമുള്ളൊരു വിഷയം. മടങ്ങിവരവിന് അതിപ്രധാനപ്പെട്ട 2 മുഖങ്ങളുണ്ട്. ഞാൻ വിശകലനം ചെയ്യുന്നില്ല. ഒന്നാമത്തെ മുഖം അവൻ്റെ മേഘപ്രത്യക്ഷത, മറ്റൊരു മുഖം അവൻ്റെ മഹത്വപ്രത്യക്ഷത. ഇന്ന് രാത്രി പറയട്ടെ, പവിത്രമായ പാദസ്പർശനത്താൽ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി 2ആയി പൊട്ടിപ്പിളരുന്ന ഭാഗ്യകാലമോർത്ത് നമ്മുടെ തലമുറയിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ
കേൾക്കുമ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ചും ഗാസ പ്രതിസന്ധികളെ കുറിച്ച് കേൾക്കുമ്പോൾ നിരന്തരം ഒലിവുമല കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ അത് കാണുമ്പോൾ കണ്ണുകൾ ഉയർത്തിയിട്ട് പറയണം, എൻ്റെ നാഥന്റെ പാദം തൊട്ട് അത് രണ്ടായി പൊട്ടിക്കീറുന്ന ദിവസങ്ങൾ അടുത്തു വരുന്നു. അത് വരുന്നതിന് മുൻപ് എന്നെ ചേർക്കാൻ അവൻ ആകാശമേഘങ്ങളിൽ മടങ്ങി വരും. അതേ കൃപ ലഭിച്ച ദൈവമക്കൾ തിരിച്ചറിയണം, ഈ തലമുറയിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കപ്പെടേണ്ട വിഷയം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. അത് അനുഭവിച്ചറിയുന്ന ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ ഈ ആരാധനയുടെ ശബ്ദം ദൈവത്തിലേക്ക് ഉയരണം. ദൈവത്തിന് സ്തോത്രം. 2, വളരെ ഗൗരവമായി അത് ചിന്തിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എന്താ സംഭവിക്കാൻ തുടങ്ങുന്നത്? ഈ വിഷയമാണ് ഈ കൺവെൻഷന്റെ തീം കൊടുത്തിരിക്കുന്നതോട് പറയുന്നു. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് ഉദ്ധരിച്ച് പറയണം. കർത്താവ് താൻ, ശബ്ദം ഉയർത്തി പറഞ്ഞേ, കർത്താവ് താൻ ഗംഭീരനാദത്തോടെ ചെട്ടിക്കച്ചവടത്തിൽ നഷ്ടം വന്ന മട്ടിൽ താടിക്ക് കയ്യും താങ്ങി ഗതികേട് നീ ഒറ്റത്തടിപ്പാലത്തെ കയറിപ്പോയല്ലോ തമ്പുരാനെ എന്ന മട്ടിലിരിക്കുന്ന ഒരുത്തനും പറയണ്ട. എന്നാൽ ഇന്ന് രാത്രി വന്നാൽ ഞാൻ അവിടെ കാണുമെന്ന് ബോധ്യമുള്ള ചില ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവരിന്ന് രാത്രി കരങ്ങളൊന്ന് ഉയർത്തിക്കൊണ്ട് ആത്മാവിൽ പറയണം, ശബ്ദം ഉയർത്തി പറയണം, കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ, ആ ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ അടുത്തിരിക്കുന്ന ആളിനൊന്ന് കൈ കൊടുത്തേച്ച് പറഞ്ഞ് എടുക്കപ്പെടും. അയ്യോ, ശബ്ദമൊന്ന് ഉയർത്തി പറഞ്ഞ് എടുക്കപ്പെടും. എന്താ എടുക്കപ്പെടും? റാപ്ചർ, റാപ്പിയോ എന്ന മൂലഭാഷയിൽ നേരിട്ട് പരിശോധിച്ചാൽ റാഞ്ചുക എന്നാണ് അതിന്റെ അർത്ഥം. നാട്ടിലുള്ള നമുക്ക് നന്നായിട്ടറിയാം എന്താണ് റാഞ്ചലെന്ന്. താഴെ ചിക്കിച്ച് കഴിയുന്ന കോഴിക്കുഞ്ഞുങ്ങൾ, വൃക്ഷക്കൊമ്പിൽ, റബ്ബറിൻ മരത്തിന്റെ കൊമ്പിൽ കാത്തു നിൽക്കുന്ന അതേ കഴുകൻ, ഒരു മുന്നറിയിപ്പും കൂടാതെ എന്നും പറഞ്ഞൊന്ന് ഇറങ്ങി വന്ന് അതിൻ്റെ കാലിൽ കോഴിക്കുഞ്ഞിനെ കുരുക്കിക്കൊണ്ട് പറന്നു പോകുന്നതിനാണ് റാഞ്ചൽ എന്ന് പറയുന്നതെങ്കിൽ, ഒരു മുന്നറിയിപ്പും കൂടാതെ ആ മഹാസംഭവം നടക്കും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, അതിനുള്ള ദിവസങ്ങൾ അടുത്തു വരികയാണ്. പ്രകൃതിയുടെ താളക്രമം തെറ്റുമ്പോൾ, മാരക രോഗങ്ങൾ വർദ്ധിക്കുമ്പോൾ, കോവിഡ് എന്ന ദുരന്തം മനുഷ്യകുലത്തിൽ കൂട്ടമരണം വിതച്ചപ്പോൾ, മധ്യപൂർവ്വ പ്രദേശം അതിഭീകര സംഘർഷത്തിലേക്ക് നീങ്ങുമ്പോൾ, ലോകം 2 ചേരികളിലായിരിക്കുമ്പോൾ, പ്രത്യാശ നിറഞ്ഞ ദൈവമക്കൾ ഈ വചനത്തിന്റെ മുൻപിൽ വിളിച്ചു പറയണം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടുന്ന് നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ പറഞ്ഞാട്ടെ, കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഉരിവാനല്ല മർത്യമായി ഇത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാനിച്ചയ്ക്കയാൽ ഈ കൂടാരത്തിൽ ഇരിക്കുന്ന ഇടത്തോളം ഞങ്ങൾ ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്ന ദൈവം തന്നെ. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവപൈതലേ, കൂടാരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നെന്ന് അറിയുന്നു. കാഴ്ചയാൽ അല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ കൂടാരം വിട്ട് പ്രാർത്ഥിക്കുന്ന നീ ഓർക്കണം, ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പറയണം, ഈ കൂടാരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പ്രത്യാശയോടെ വരവിനായി ഒരുങ്ങണം. എടുക്കപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം. ഇനി അതിൻ്റെ അതിപ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആ ശരീരത്തിന്റെ സവിശേഷത എന്ന മണിക്കൂറുകൾ പറയണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സാധാരണ ശരീരമല്ല പ്രാപിക്കാൻ തുടങ്ങുന്നത്. ഇത് യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമാണ്. കടലോ കരയോ മതിലോ മുറിയോ തടസ്സം കൂടാതെ സൂപ്പർസോണിക് ജെറ്റ് പ്ലെയിൻ പറക്കുന്നതിനേക്കാൾ വേഗതയിൽ നക്ഷത്രമണ്ഡലങ്ങൾക്കപ്പുറത്തേക്ക് പറന്നു കയറാനും പറന്നിറങ്ങാനും കഴിവുള്ള പുനരുത്ഥാന ശരീരത്തിന്റെ മഹത്വം നാം പ്രാപിക്കും എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയണം, ഇത് അമ്മൂമ്മ കഥയല്ല. ഇത് കാഴ്ച കൊണ്ട് തെളിയിച്ചതാണ്, ഇത് കേൾവി കൊണ്ട് തെളിയിച്ചതാണ്, ഇത് ശരീര സാന്നിധ്യം കൊണ്ട് തെളിയിച്ചതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഒരു കാര്യം കണ്ടു, ഒരാളൊരു കാര്യം കേട്ടു, ഒരാളുടെ ശരീര സാന്നിധ്യം അതിനകത്തുണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ തെളിവ് വേണോ? ദൈവത്തിന്
സ്തോത്രം, മറുരൂപമലയിൽ പത്രോസും യാക്കോബും യോഹന്നാനും നിങ്ങൾ എന്നെ കാണുന്നത് പോലെ പച്ച കണ്ണുകളുമായി നോക്കി നിൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, മോശയും ഏലിയാവും അവരുടെ കൺമുൻപിൽ വെളിപ്പെടുകയും ഒരലക്കുകാരനും അലക്കിയാൽ വെളുക്കാത്ത വിധത്തിൽ എൻ്റെ നാഥന്റെ വസ്ത്രത്തിന് വെണ്മ വർദ്ധിച്ചിട്ട് അവിടുത്തെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുകയും ദൈവസന്നിധിയിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നൊരു ശബ്ദം മുഴങ്ങുകയും ചെയ്യത്തക്ക വിധത്തിൽ അവർ കേട്ടത് സത്യമാണെങ്കിൽ, അവർ കണ്ടത് യാഥാർത്ഥ്യമാണെങ്കിൽ, അവരുടെ ശരീര സാന്നിധ്യം സത്യമാണെങ്കിൽ അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ അവന്റെ ശക്തിയും പ്രത്യക്ഷതയും അറിയിച്ചത് അത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ഞങ്ങൾ വിളിച്ചു പറയുന്നത് അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ്. അവൻ മടങ്ങി വരും, അത് പുനരുത്ഥാന ശരീരം യാഥാർത്ഥ്യമായിരിക്കും. ഇനി അതിപ്രധാനമായി ദൈവമക്കൾ തിരിച്ചറിയേണ്ട വളരെ ഗൗരവമേറിയ ഭാഗം അതിൻ്റെ അടയാളങ്ങളാണ്. ഞാനൊരു വസ്തുത പറയാം. ഇതുപോലെ കാലം ഒരുക്കി വെച്ച അടയാളങ്ങൾ കൺമുൻപിൽ കാണാൻ ഭാഗ്യം കിട്ടിയ ഒരുപറ്റം ദൈവമക്കൾ നമ്മളല്ലാതെ മറ്റാരുമില്ലെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ശബ്ദമുയർത്തിയിട്ട് പറയണം, ഇതെൻ്റെ കൺമുൻപിൽ കാണുകയാണ്. നിങ്ങൾ ഓർക്കണം, ഇതിൻ്റെ അടയാളങ്ങൾ ഏതാണ്ട് 10-30 എണ്ണം ഓരോന്നും സ്ഥാപിച്ച് പറയാൻ ആഗ്രഹിക്കുന്നെങ്കിലും കാലിക പ്രസക്തിയുള്ള ചിലതിലേക്ക് മാത്രം ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും പ്രധാനമായി അടുത്ത് നടക്കാൻ തുടങ്ങുന്നത് 3 മഹായുദ്ധത്തിൻ്റെ ശംഖുനാദം ഇവിടെ ഉയരും. എതിർ ക്രിസ്തു എന്ന ഭീകര ഭരണാധികാരിയുടെ പ്രത്യക്ഷതയുടെ പാദവിന്യാസങ്ങളും ചിലമ്പൊലികളും ഇവിടെ കാതുകളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇപ്പോൾ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോക മാത്രം വേണം, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ഒന്ന് ഗോഗ് മാഗോഗ് യുദ്ധം എന്ന അന്ത്യയുദ്ധം, അതിന് തൊട്ടു മുൻപ് അർമഗദോൻ യുദ്ധം എന്ന മഹായുദ്ധം. സ്വർഗ സൈന്യം നേരിട്ടിറങ്ങി വന്ന് അർമഗദോനിൽ ഏറ്റുമുട്ടുന്ന മഹായുദ്ധം. എന്നാൽ ഈ കൃപായുഗത്തിന്റെ സന്ധിയിൽ അടുത്ത് നടക്കാൻ തുടങ്ങുന്ന 3-ാം ലോക മഹായുദ്ധം അഥവാ കൃപായുഗ സന്ധിയുടെ യുദ്ധം, ആ യുദ്ധത്തിന്റെ സാക്ഷികൾ, ആ യുദ്ധത്തിന്റെ ശാക്തിക ചേരികൾ, ആ യുദ്ധത്തിൽ രാജ്യങ്ങൾ വഹിക്കുന്ന പങ്ക്, ഇതൊക്കെ ഞാൻ ഇന്നലെ രാത്രി ഓർപ്പിച്ചു. ഇനി ഞാനൊരു വസ്തുത കൂടി ഓർപ്പിക്കട്ടെ. ഇത് കഴിഞ്ഞാൽ എന്തായിരിക്കും രംഗം? ഇത് കഴിഞ്ഞാൽ നടക്കുന്ന അതിപ്രധാനപ്പെട്ട രംഗം, എതിർ ക്രിസ്തുവിന്റെ ഭരണം ഇവിടെ സംഭവിക്കും. അംഗീകരിച്ചാലും അവഗണിച്ചാലും, എതിർത്താലും എതിരേറ്റാലും ഒരു സത്യം ഉറപ്പായി പറയാൻ തുടങ്ങുന്നു. 1-ാം ലോക മഹായുദ്ധാനന്തരം ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടായതുപോലെ 2-ാം ലോക മഹായുദ്ധാനന്തരം സർവ്വരാജ്യ സഖ്യം ഉണ്ടായത്. അതെ, 1-ാം ലോക മഹായുദ്ധാനന്തരം സർവ്വരാജ്യ സഖ്യം ഉണ്ടായതുപോലെ 2-ാം ലോക മഹായുദ്ധാനന്തരം ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടായതുപോലെ 3-ാം ലോക മഹായുദ്ധം എന്ന ഞാൻ ഇന്നലെ പറഞ്ഞ മഹായുദ്ധം ന്യൂക്ലിയർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ നടക്കും. അതിന്റെ പ്രധാന രംഗം മധ്യപൂർവ്വ പ്രദേശമായിരിക്കും. മറക്കരുത്, ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, ലോകഗതിയുടെ പുരോഗതിയുടെ പിള്ളത്തൊട്ടിൽ മധ്യപൂർവ്വ പ്രദേശം. മാനവ കുലത്തിന് ചുടലക്കളം തോണ്ടേണ്ട ദുരന്ത പശ്ചാത്തലം ഒരുക്കുന്ന സ്ഥലവും മധ്യപൂർവ്വ പ്രദേശം തന്നെയായിരിക്കും. ലോകരാഷ്ട്രങ്ങൾ അവിടെ ചെന്നടിയേണ്ടിയിരിക്കുന്നു. അതിന്റെ ചേരികൾ പരിശുദ്ധാത്മ വ്യക്തമാക്കി പറഞ്ഞിട്ട് 1-ാം ലോക മഹായുദ്ധാനന്തരം സർവ്വരാജ്യ സഖ്യം ഉണ്ടായതുപോലെ തന്നെ 2-ാം ലോക മഹായുദ്ധം 1939-45 വരെ 550 ലക്ഷം പേരെ കാലപുരിക്ക് അയച്ചുകൊണ്ട് നടത്തിയ 2-ാം ലോക മഹായുദ്ധാനന്തരം ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടായെങ്കിലും ഒരു യുദ്ധവിപത്തും സമരക്കെടുതിയും ഒഴിവാക്കത്തക്ക വിധത്തിൽ അവർക്കൊന്നും കാര്യങ്ങൾക്ക് പ്രസക്തമായ പങ്കുവഹിക്കാൻ കഴിയാതെ എഴുതി ഒപ്പിട്ട പേപ്പറിന്റെ മഷി ഉണങ്ങുന്നതിന് മുൻപ് അടുത്ത യുദ്ധം ആരംഭിക്കത്തക്ക വിധത്തിൽ രംഗം ഗുരുതരമാകുന്നത് കൊണ്ട് അടുത്ത മഹായുദ്ധം ഇവിടെ ഉയരും. അടുത്ത മഹായുദ്ധത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ഒരു 10 കിങ്ഡം ഫെഡറേഷൻ ചരിത്രത്തിൽ ഉയർന്നു വരും. പക്ഷേ ഇതിന് തിരശീല ഉയരുമ്പോഴേക്കും യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവത്തിന്റെ തിരുസഭ നിത്യവീട് അണഞ്ഞു കഴിയും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി സമയം അടുത്തു വരുന്നു എന്നോർത്ത് അറിയാതെ ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് രാത്രി ഇത് കേൾക്കുന്ന സമയം പ്രത്യാശയുള്ള ദൈവമക്കളുടെ നാവിൽ നിന്ന് ഉയരുന്ന സ്തോത്രം കേട്ടാൽ നിങ്ങളുടെ അകത്ത് എത്രമാത്രം പ്രതീക്ഷ ഉയരുന്നുണ്ട് എന്ന് രാത്രി അറിയാൻ. ലക്ഷണം കണ്ടു തുടങ്ങിയ പിന്നെ കൈകെട്ടിയിരുന്ന് ഉറങ്ങാൻ പറ്റത്തില്ലെന്ന് ഞാനിന്ന് രാത്രി പറയാം. ഓരോ മിനിറ്റുകളിലും ഉള്ളിൽ കത്തണം. CV രാമനെ അറിയുമോ? ഇന്ത്യയിലെ ശ്രദ്ധേയമായ ശാസ്ത്രലോകത്തിന്റെ അതുല്യ പ്രതിഭ. അദ്ദേഹം ഒരിക്കൽ വടക്കേ ഇന്ത്യയിൽ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് അദ്ദേഹം ചാടിക്കയറി ട്രെയിനിന്റെ ചങ്ങല വലിച്ച സമയത്ത് ദൈവത്തിന് സ്തോത്രം, അദ്ദേഹത്തിന്റെ ഈ ചങ്ങല വലിപ്പിന്റെ സമയം റെയിൽവേ ഗാർഡ് അടുത്ത് വന്ന് ചോദിച്ചു, എന്തിനാ ചങ്ങല വലിച്ചേ? അപ്പോൾ അദ്ദേഹം
അദ്ദേഹം പറഞ്ഞു, പാളം മുൻപിൽ മുറിച്ചിട്ടിരിക്കുന്നു എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. സ്തോത്രം. വിദഗ്ധമായി തന്നെ അവർ പരിശോധിച്ചു മുൻപോട്ട്. എന്നാൽ 500 മീറ്റർ അപ്പുറത്ത് റെയിൽവേ പാളം വിപ്ലവകാരികൾ മുറിച്ചിട്ടിരിക്കുകയായിരുന്നു. അത്ഭുതകരമായി പോയി ആ രംഗം. തിരിച്ചു വന്നവർ ചോദിച്ചു, അങ്ങക്ക് എങ്ങനെ മനസ്സിലായി ഈ പാളം മുറിച്ചിട്ടിട്ടുണ്ടെന്ന്? അപ്പൊ അദ്ദേഹം പറഞ്ഞ വാചകം കേൾക്കണോ? ട്രെയിനിന്റെ ഓട്ടത്തിൽ പാളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചുക് 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 എന്ന ശബ്ദം മാത്രമല്ല, അതിൻ്റെ ആ ശബ്ദത്തിന്റെ താളാത്മകതയെ നിയന്ത്രിക്കുന്നത് പാളത്തിന്റെ അലൈൻമെന്റ് ആണ് എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. പാളത്തിന്റെ അലൈൻമെന്റ് തെറ്റിയാൽ താളം തെറ്റും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറച്ചു നേരമായി പാളത്തിന്റെ താളം തെറ്റുന്നത് ഞാൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ലക്ഷണം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മുൻപിൽ പാളം മുറിച്ചിട്ടിരിക്കുന്നു എന്ന്. ഇന്ന് രാത്രി പറയട്ടെ, മധ്യപൂർവ്വ പ്രദേശത്തെ സംഭവങ്ങൾ ഓരോ പത്രങ്ങളിലും വായിക്കുമ്പോൾ ആത്മാവിൽ ആരാധിക്കുന്ന നീ കണ്ണടച്ചിരുന്ന് ഉറങ്ങേണ്ടവനല്ല. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്ന ഓർത്തുകൊള്ളുവീൻ. ഇത് സംഭവിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന തലകളെ ഉയർത്തുവീൻ എന്ന യേശുവിന്റെ വാക്കുകൾ സ്വാർത്ഥീകരിച്ചുകൊണ്ട് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, കർത്താവേ നീ വന്നിരുന്നെങ്കിൽ. ആ കൊതി അനുഭവിക്കുന്ന ദൈവപൈതലേ, ഈ രാത്രി ഭൗതിക വിഷയത്തിനല്ല, നിത്യതയുടെ ദർശനം പ്രാപിച്ച് ഈ ഗ്രൗണ്ടിൽ നിന്ന് ആരാധിച്ചിട്ടേ പോകാവൂ. മടങ്ങി വരവിന് ലക്ഷണങ്ങൾ കൃത്യമായി നീങ്ങുകയാണ്. നിങ്ങൾക്കറിയാമോ, വിശുദ്ധ ബൈബിളിൽ, ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വിശുദ്ധ ബൈബിളിൽ സംഖ്യാശാസ്ത്രം എന്നൊരു ശാസ്ത്രമുണ്ട്. ഈ സംഖ്യാശാസ്ത്രം കൃത്യമായി ബൈബിൾ പ്രവചനത്തോട് ഒത്തുവരികയാണ്. ഇതിൽ അതിപ്രധാനപ്പെട്ട സംഖ്യാശാസ്ത്രങ്ങളിൽ ഒരു ശാസ്ത്രമാണ് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ കാണുന്ന 70 ആഴ്ചവട്ടങ്ങളുടെ കണക്ക്. നിങ്ങളുടെ മുൻപിലേക്ക് ഞാനൊന്ന് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുക. നമുക്കറിയാം, ഈ ദാനിയേൽ പ്രവാചകന്റെ ഒരു ചാർട്ടാണ് ഞാനിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് എങ്ങും പോകാൻ സമയം അനുവദിക്കുന്നില്ല. ദാനിയേൽ പ്രവചനം 12 അധ്യായമാണുള്ളത്. 1-ാം അധ്യായം പ്രവാസ ചരിത്ര വർണ്ണനയാണ്. 2-ാം അധ്യായം ചതുർവിധ ലോഹനിർമ്മിതമായ ഒരു ബിംബ ദർശനമാണ്. അത് ഈ രംഗം, ദൈവത്തിന് സ്തോത്രം. 3-ാം അധ്യായം ദുരാസമഭൂമിയിൽ നിർത്തിയൊരു സ്വർണ്ണബിംബമാണ്. 4-ാം അധ്യായം ഒരു വൃക്ഷദർശനമാണ്. 5-ാം അധ്യായം ദൈവകോടതിയുടെ തെക്കേ മെനെ മെനെ തെക്കേ ഫാർസി എന്ന കയ്യെഴുത്താണ്. 6-ാം അധ്യായം ദാനിയേൽ സിംഹഗുഹയിലാണ്. 7-ാം അധ്യായം 4 വന്യമൃഗങ്ങളുടെ ദർശനമാണ്. 8-ാം അധ്യായം ആട്ടുകൊറ്റൻ കോലാട്ടുകൊറ്റൻ ഇവയുടെ ദർശനമാണ്. 9-ാം അധ്യായം ചരിത്ര പ്രസിദ്ധമായ 70 ആഴ്ചവട്ടമാണ്. 10-ാം അധ്യായം ഒരു മഹാദൂതന്റെ പ്രത്യക്ഷതയാണ്. 11-ാം അധ്യായം എതിർ ക്രിസ്തുവിന്റെ വംശാവലി പരമ്പര പട്ടികയാണ്. 12-ാം അധ്യായം ഈ പുസ്തകം മുദ്രയിടാൻ ഉള്ള മുന്നറിയിപ്പാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നീയോ ദാനിയേലേ പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞ് ദാനിയേലിനെ അന്ത്യയാത്ര അയക്കുകയാണ്. ഇതിൽ നിങ്ങൾക്കറിയാമോ, ഈ കല്ല് വന്ന് അടിച്ച സ്ഥലം നെറ്റിക്കല്ല, നെഞ്ചത്തല്ല, ഉദരത്തിനിട്ടല്ല, തുടകൾക്കിട്ടല്ല, പിന്നെ കാൽപാദത്തിനിട്ടാണ് അടിച്ചത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ കല്ല് കാൽപാദത്തിനിട്ടടിച്ചു? പറയാം. ഉന്നത കുലജാതന്മാർ ഇരുന്ന് ഭരിച്ചു മുടിച്ച കസേരയിൽ, ഒരിക്കലും കസേരയിൽ കയറാൻ യോഗ്യതയില്ലാത്ത കളിമണ്ണ്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനാധിപത്യം ചരിത്രത്തിന്റെ ഭരണമേറ്റെടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഏകാധിപത്യത്തിൽ അധിഷ്ഠിതമായ നെബൂഖദ്നേസറും നെബൂഖദ്നേസറും എവിൽമേരോദേക്കും ഉലകം ചവച്ചരച്ച റോമൻ സാമ്രാട്ടുക്കളുമൊക്കെ ഉലകത്തെ കിടുകിട വിറപ്പിച്ച് ഭരണക്കസേരയിൽ നിന്ന് ഒഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനാധിപത്യം ചരിത്രത്തിൽ രംഗത്ത് വരികയും ആ ജനാധിപത്യത്തിന്റെ കളിമണ്ണ് കസേരയിലെത്തുന്ന ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോളറ്റേറിയൻ, സാധാരണക്കാരന്റെ ഭരണം, ജനാധിപത്യം ഇവിടെ നടക്കുന്ന കാലത്ത് കൈതൊടാത്ത കല്ലായവൻ ഇറങ്ങി വരും എന്ന് വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയണ സമയം അടുത്തുപോയി. എൻ്റെ കർത്താവിന് മടങ്ങി വരവ് അടുക്കൽ വാതുക്കൽ തന്നെ. ഇനിയും ഇതിൽ ശ്രദ്ധേയമായ ഒരു കാലക്കണക്ക് വ്യക്തമാക്കുന്ന ഭാഗമാണ്, ദൈവത്തിന് സ്തോത്രം, ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം. സ്തോത്രം, ശ്രദ്ധിച്ച് കേൾക്കണേ. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം. ഈ പ്രാവചനിക വിഷയത്തിന്റെ കാലക്കണക്കിൽ ദാനിയേൽ പ്രവാചകൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയം ദൂതൻ ഇങ്ങോട്ട് വന്ന് പറയുകയാണ്, ദാനിയേലേ, നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത്,
അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാൻ, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തി നിത്യനീതി ഉറപ്പുവരുത്തുവാൻ, ദർശനവും പ്രവചനവും മുദ്രയിടുവാൻ, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാൻ നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും ഞാൻ 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്നാ മനസ്സിലായി? ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. എന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണേ, വളരെ ഗൗരവമേറിയ ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. ദാനിയേലിന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുകയാണ്, ദാനിയേലേ, നീ പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ തന്നെ വിഷയത്തിന് മറുപടി പുറപ്പെട്ടു. അതുമായി ഞാൻ വന്നിരിക്കുകയാണ്. 70 ആഴ്ചവട്ടങ്ങൾ നിനക്ക് വേണ്ടി വേർതിരിക്കുകയാണ്. യുഗകാര്യ പരിപാടിയിൽ നടക്കാൻ തുടങ്ങുന്ന മഹാസംഭവങ്ങൾക്ക് തിരശീല വീഴുന്ന അതിഗുരുതരമായ സംഭവങ്ങൾ. എന്താ? അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുക എന്ന് പറഞ്ഞാൽ അതിക്രമത്തിന് കാരണക്കാരനായ പൈശാചിക ശക്തികളെ ബന്ധിക്കുക, പാപത്തിന്റെ പരിഹാരം പശ്ചാത്താപത്താൽ വരുത്തി തീർക്കുക, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ ബലികഴിപ്പാൻ മോറിയായി ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധം പടുത്തുയർത്തിയ യെരൂശലേം ദൈവാലയം തല്ലി തകർക്കപ്പെട്ട സ്ഥാനത്ത് സഹസ്രാബ്ദകാല ദേവാലയം സ്ഥാപിക്കപ്പെടുക. ദൈവത്തിന് സ്തോത്രം. ദർശനവും പ്രവചനവും മുദ്രയിടുക. അതിൻ്റെ പ്രവാചകന്മാരുടെ പ്രവചനത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ക്രിസ്തുവിനെ നേരിൽ കാണുമ്പോൾ പ്രവചനങ്ങൾ അപ്രസക്തമായി മാറുക. ഇങ്ങനെയുള്ള ദൈവിക കാര്യപരിപാടികൾക്ക് എത്ര ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നെന്നാ പറഞ്ഞേ? എന്ന് പറഞ്ഞേ, ശബ്ദം ഉയർത്തി പറഞ്ഞേ. ഞാൻ ഈ രാത്രി ഇത് പറയുമ്പോഴേ ഞാൻ ഇവിടെ നിന്ന് ഓർക്കുകയായിരുന്നു, നമുക്കൊക്കെ ഇതിന് പലതിനും സ്തോത്രം പറയാൻ പറ്റത്തില്ലെങ്കിലും ലോകത്തിലെ ഉന്നതന്മാർ ഇതിന് മുൻപിൽ മുട്ടുമടക്കിയിട്ടുണ്ട്. ഒന്ന് കരമുയർത്തി സ്തോത്രം പറയാമോ? ഒരു കൊച്ചു തെളിവ് ഞാൻ പറഞ്ഞ് മുൻപോട്ട് പോകാം. ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളൊക്കെ SSLCക്ക് പഠിച്ച കാലത്ത് ജി കുഞ്ഞികൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ഒരു ചരിത്രകാരൻ എഴുതിയ അലക്സാണ്ടർ എന്ന ഒരു ഹിസ്റ്റോറിക്കൽ ബുക്ക് പഠിച്ചിട്ടുണ്ടാകും. ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ അലക്സാണ്ടർ എന്ന ഹിസ്റ്റോറിക്കൽ ബുക്കിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ലോക ചരിത്രമാണ്. ഇത് സാധാരണ സംഭവം എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദുവിൻ്റെ ഹിസ്റ്ററിയാണ്. ഇത് ബൈബിൾ ബന്ധപ്പെട്ടൊരു ചരിത്ര ഭാഗമല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സ്തോത്രം. ഏതാണ്ട് അലക്സാണ്ടറിൻ്റെ പടയോട്ടകാലം, ദിഗ്വിജയിയായ അലക്സാണ്ടറിൻ്റെ കാലം, അദ്ദേഹത്തിൻ്റെ കാലത്ത് യാദുവ എന്നൊരു മഹാപുരോഹിതൻ യെരൂശലേം ദൈവാലയത്തിൽ ഗാഠമായി ഉറങ്ങുമ്പോൾ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ തന്നെ തട്ടി ഉണർത്തിയ ഒരു ദർശനത്തിൽ പങ്കുവച്ചു. പടിഞ്ഞാറ് നിന്ന് സർവ്വഭൂതലത്തിലും കൂടെ ആട്ടുകൊറ്റൻ കണ്ണുകൾക്ക് നടുവിൽ ഒറ്റക്കൊമ്പനായി വെളിപ്പെടുമെന്ന് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയ പ്രതിയോഗി നിന്റെ മൂക്കിന്റെ കീഴിൽ എത്തിക്കഴിഞ്ഞു. നീ വെള്ളിച്ചണ്ടകൾ അടിച്ച് പാട്ടുപാടി ശിഷ്യവൃന്ദ പുരോഹിത വൃന്ദങ്ങളുമായി ചെന്ന് അവന്റെ അപ്പൂപ്പൻ ജനിക്കുന്നതിന് മുമ്പ് അവന്റെ ഭാവി എഴുതി വെച്ചൊരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ടെന്ന് ബോധ്യപ്പെടുത്തണം. അങ്ങനെ ആയാൽ അവൻ ആക്രമിക്കാതെ വിട്ടുമാറും. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം പുരോഹിത സംഘത്തെ ഒരുക്കി വലിയ കാഹളങ്ങളോടുകൂടെ ഈ ഗായക സംഘം നേരെ കിദ്രോൻ തോട് കുറുകെ മുറിച്ച് ചരിത്ര പ്രസിദ്ധമായ മെഗിദ്ദോ താഴ്വരയിലേക്ക് ചെല്ലുകയാണ്. ഈ സമയം അലക്സാണ്ടർ ചക്രവർത്തി സൈന്യ സമേതനായി വന്നു കിടക്കുന്നു. എന്താ റിപ്പോർട്ട് ഉദ്ദേശമെന്നറിയാമോ? പലസ്തീൻ നാട് അടുത്ത പ്രഭാതത്തിൽ ആക്രമിച്ച് കീഴടക്കി നേരെ ഈജിപ്തിലേക്ക് പടയോട്ടത്തിന് പോകാനാണ് മാസ്റ്റർ പ്ലാൻ. അങ്ങനെ വന്നു കിടക്കുന്ന സമയം ദൂരവേ വെച്ച് കണ്ടപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി, കിസാണ്ടർ, സെലൂക്കസ്, ടോളമി ഈ സൈന്യാധിപന്മാർ യുദ്ധത്തിന് സജ്ജമായി. പക്ഷേ കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന അലക്സാണ്ടറും ദൈവത്തിന് സ്തോത്രം സഹഭടന്മാരും നോക്കി നിൽക്കുമ്പോൾ ഈ ഗായക സംഘത്തിന്റെ പ്രധാനി, അത് മഹാപുരോഹിതനാണ്. താമ്രമണി, പീതരത്നം, വജ്രം, ഗോമേതകം, നീലക്കല്ല്, മാണിക്യം, മരതകം, വൈഢൂര്യം, ഈ രത്നങ്ങൾ പതിച്ച മാർപതക്കമൊക്കെ അവരുടെ പ്രത്യേക വേഷങ്ങളല്ലേ. അതിൽ മാർപതക്കത്തേക്കാൾ അതിപ്രധാനമായി നെറ്റിയിൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന ഒരു പൗരോഹിത്യ സ്വർണ്ണലലാടം ഒക്കെ ധരിച്ച് ഈ വർണ്ണഞ്ചിത വസ്ത്രങ്ങളോടെ അദ്ദേഹം നേരെ മഹാപുരോഹിതൻ അലക്സാണ്ടറിന്റെ മുൻപിൽ വന്നു നിന്നപ്പോ പെട്ടെന്ന് അലക്സാണ്ടർ ചക്രവർത്തി കുതിരപ്പുറത്തു നിന്ന് നിലത്തോട്ടിറങ്ങി ഇദ്ദേഹത്തെ യാദുവായെ സാഷ്ടാംഗ പ്രണാമം ചെയ്തു, മുട്ടുമടക്കി മണ്ണിൽ നമസ്കരിച്ചു. സ്തോത്രം. സൈന്യാധിപന്മാർ ചോദിച്ചു, അങ്ങെന്തിനാ ഇയാളെ നമസ്കരിച്ചേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കണോ? അലക്സാണ്ടർ പറഞ്ഞ മറുപടി കേൾക്കണോ? ഞാൻ നമസ്കരിച്ചത് ഈ മനുഷ്യനെയല്ല, ഇയാളുടെ നെറ്റിത്തടത്തിൽ എഴുതിയിരിക്കുന്ന യഹോവയ്ക്ക് വിശുദ്ധമെന്ന സ്വർണ്ണ ലലാടത്തിന്റെ പുറകിൽ ഒരു ദേവനുണ്ട്. ആ ദേവനെയാണ് ഞാൻ നമസ്കരിച്ചത്.
ഞാനിന്ന് രാത്രി ഈ വചനം വിളിച്ചു പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ, ലോകത്തിലെ ഉന്നതന്മാർക്ക് ഇത് ഇച്ഛിച്ചാണെങ്കിലും ഇവിടുത്തെ അതികായകന്മാർ മുട്ടുമടക്കിയ ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ വചനമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. അലക്സാണ്ടർ ചക്രവർത്തിയോട് യാദുവ പറഞ്ഞു, അങ്ങ് ജനിക്കുന്നതിന് മുമ്പ്, അങ്ങയുടെ അപ്പനും അപ്പൂപ്പനും ഉണ്ടാകുന്നതിന് മുമ്പ് അങ്ങയുടെ പ്രവൃത്തിയും മറ്റും എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ ഭാവി എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം അങ്ങ് ഉഗാണ്ടയിലുണ്ടെന്നറിഞ്ഞാൽ തറവാട് വിറ്റാന്നേലും വേണ്ടുകര അവിടെ പോയി അതൊന്ന് കാണാൻ ഞാൻ കൊതിക്കുകയല്ലേ? അങ്ങനെയാണെങ്കിൽ അലക്സാണ്ടർ ചക്രവർത്തി എത്രയധികം അദ്ദേഹത്തെ നേരെ ദേവാലയത്തിൻ്റെ പ്രവേശന കവാടത്തിൽ പീഠത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ചിരുത്തിയതിന് ശേഷം അകത്തോട്ട് ചെന്ന്, ഇതുപോലെ ഇന്ന് ബൈബിൾ പോലെ വ്യാപകമല്ലല്ലോ, സ്വർണ്ണ പേടകം തുറന്ന് ആ തുകൽ ചുരുൾ എടുത്തുകൊണ്ടുവന്ന് വായിച്ചങ്ങോട്ട് കേൾപ്പിച്ചു. വായിച്ച് കേൾപ്പിച്ചത് വായന ഇങ്ങനെ തുടങ്ങിയത്: പടിഞ്ഞാറ് നിന്ന് സർവ്വഭൂതലത്തിലും കൂടെ ഒറ്റക്കൊമ്പനായൊരു കോലാട്ടുകൊറ്റൻ ഗ്രീസിൽ നിന്നുത്ഭവിക്കും. 2 കൊമ്പുള്ള മേദ്യ പാർസ്യ സൈന്യാധികാരികളെ ഒരു നദീതീരത്ത് വെച്ച് ഏറ്റുമുട്ടും. അങ്ങനെ വിജയം വരിക്കും. നിങ്ങൾ ഓർക്കണം, വീണ്ടും അലക്സാണ്ടർ ചക്രവർത്തി അതിപരിശുദ്ധ സ്ഥലത്തെ നോക്കി വീണ്ടും തറയിൽ നമസ്കരിച്ചു. കാരണം സിറിയയിലെ അർബല്ലയിൽ വെച്ച് തലയാഴ്ച ഗാനിക്കസ് നദീതീരത്ത് നടന്ന യുദ്ധത്തിൽ മേദ്യപാർസ്യ സൈന്യത്തിന്റെ ഒടുവിലത്തെ ഭരണാധികാരിയായ ദാരിയൂസിനെ കുതിരപ്പുറത്ത് നിന്ന് നിലത്ത് തള്ളിയിട്ട് ഷൂസ് ഇട്ട കാലുകൊണ്ട് നെഞ്ചിൽ ചവിട്ടി വിജയമാഘോഷിച്ച് അലക്സാണ്ടർ പറഞ്ഞു, ഇത് സാധാരണ പുസ്തകമല്ല, എൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ വിജയം, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച ഈ ഗ്രന്ഥത്തെ ഞാൻ നമസ്കരിക്കുന്നു. നിനക്ക് സ്തോത്രം പറയാനൊക്കത്തില്ലെങ്കിലും ഉന്നതന്മാർ സ്തോത്രം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇന്ന് രാത്രി അനുഭവം പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറയണം, ഇതിൻ്റെ അതുല്യത ഓർത്താൽ എനിക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. എന്തിനേറെ അലക്സാണ്ടർ ചോദിച്ചൊരു ചോദ്യം, ആ ചോദ്യം ഇതാണ്: എൻ്റെ ഭാവിയെക്കുറിച്ച് വല്ലോ ഇതിനകത്തുണ്ടോ? സ്തോത്രം, എൻ്റെ ഭാവിയെക്കുറിച്ച് വല്ലോ ഉണ്ടോ? അപ്പോൾ യാദവ് അങ്ങോട്ട് വായിച്ച് കേൾപ്പിച്ചു: അവൻ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവന്റെ രാജ്യം ആകാശത്തിന് 4 കാറ്റുകൾക്ക് നേരെ വിഭജിക്കപ്പെട്ട് നിർമൂലമാകും. അത് അവൻ അല്ല, അവർക്കല്ല, അവൻ വാണിരുന്നത് പോലെയുമല്ല. അവന്റെ രാജ്യം വിഭജിക്കപ്പെട്ട് അവനല്ല അന്യർക്കധീനമാകും. രാത്രി ഓർക്കണം, 4ആയി വിഭജിക്കപ്പെട്ട് രക്തബന്ധത്തിൽപ്പെട്ടവരുടെ കൈകളിൽ പിന്തുടർച്ച കിട്ടില്ല എന്ന് പ്രവചനം എഴുതി വെച്ചിരിക്കുക. അലക്സാണ്ടറിന്റെ ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് സ്തോത്രം പെറ്റമ്മ പോലും ഒന്ന് കണ്ടിട്ടില്ല. മോനെ, എനിക്കിതിനെ ഒന്ന് കാണണം എന്ന് അമ്മ പറയുമ്പം, അമ്മേ ഒരു രാജ്യം കൂടെ, അമ്മേ ഒരു രാജ്യം കൂടെ എന്ന് പറഞ്ഞ് വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ച അലക്സാണ്ടർ ഇന്ത്യയിൽ പോറസിനോട് ഏറ്റുമുട്ടിയിട്ട് ഒടുവിൽ പകുതി തോൽവി സമ്മതിച്ച് തിരിച്ചു മടങ്ങി ഇറാഖിലെ പനിനീർ കുളത്തിൽ കുളിച്ചു കയറി. വിഷം കൊടുത്തതാണെന്നും വ്യക്തമായ തെളിവുകൾ ചിലത് ചരിത്രരേഖകൾ പറയുന്നുണ്ടെങ്കിലും അവസാനം സ്തോത്രം ഭിഷുഗ്രന്മാർ കട്ടിൽ നടുക്കൽ നിൽക്കുമ്പോൾ ചോദിച്ചു, എൻ്റെ കോടിക്കണക്കിന് രത്നങ്ങൾ മുഴുവൻ തരാം, എൻ്റെ അമ്മ വരുന്നത് വരെയെങ്കിലും എൻ്റെ ജീവൻ പിടിച്ചു നിർത്താമോ? ഭിഷുഗ്രന്മാർ പറഞ്ഞു, പറ്റില്ല പറ്റില്ല. അവസാനം ആ മരണം നടന്ന രാത്രി സംഭവിച്ചത് കേൾക്കണോ? അദ്ദേഹത്തിന്റെ ഭരണത്തിന് 4 പിന്തുടർച്ചക്കാരുണ്ട്. 1 ഒരു സഹോദരൻ, 2 ഒരു അർത്ഥ സഹോദരൻ, 3 ഒരു മകൻ, 4 ഒരു ഇല്ലീഗലായ പുത്രൻ. അന്ന് രാത്രി കിസാണ്ടർ, സെലൂക്കസ്, ടോളമി, ഈ സൈന്യാധിപന്മാർ ഈ 4 പിന്തുടർച്ചക്കാരെയും വധിച്ച് ആ രാജ്യം 4ആയി വിഭജിച്ചെടുത്തപ്പോൾ ആകാശവും ഭൂമിയും മാറിയാലും എൻ്റെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് വള്ളി പുള്ളി മാറത്തില്ലെന്ന് ഇന്നലെ സംഭവിച്ചെങ്കിൽ പറയണം, ഇതുമായി നടക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയത് എൻ്റെ പദവിയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമൈതലേ, ഇരിക്കുന്ന ഇരിപ്പിൽ ഈ വചനത്തിന് അതുല്യത വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കർത്താവ് മടങ്ങി വരും എന്നത് യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറ, അക്ഷരീയമായി തന്നെ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ കർത്താവിനെ മടങ്ങി വരവ് ഞാൻ കാണും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. ദൈവത്തിന് ദാസൻ ദാനിയേൽ പ്രവാചകനോട് ദൂതൻ പറയുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ഒരു ആലോചന ഇതിനിടയ്ക്ക് പറയാം. നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ നിന്റെ വാഗ്ദത്തത്തിനെതിരെ വാദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നീ അറിയാത്ത മണ്ഡലത്തിൽ നിനക്ക് വേണ്ടി നിന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ദൂതന്മാരെ എഴുന്നേൽപ്പിച്ച് അനർത്ഥ
നഷ്ടത്തെ ഒഴിവാക്കാൻ ഇടപെടുന്ന സ്വർഗത്തിന്റെ സൈന്യം നിന്റെ പ്രാർത്ഥനയുടെ പുറകിലുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ പറയണം, എക്സ്റേയുടെ റേസുകൾ എനിക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും, വവ്വാലിന്റെ ശബ്ദം എനിക്ക് കേൾക്കാനൊക്കത്തില്ലെങ്കിലും, റിമോട്ട് കൺട്രോളിന്റെ തരംഗം എനിക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും, ഇന്ന് രാത്രി അത് യാഥാർത്ഥ്യമായതുപോലെ ഞാൻ ഇവിടുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളെ നടത്താൻ ശത്രു ഒരുക്കി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി മുറിച്ചു മാറ്റാൻ കഴിവുള്ള സ്വർഗത്തിന്റെ മിലിറ്ററിയായ കാവൽ മാലാഖമാർ എൻ്റെ പുറകിൽ അണിനിരന്നിട്ടുള്ളത് എനിക്ക് ആത്മാവിൽ കാണാൻ കഴിയുന്നെങ്കിൽ തിരിച്ചറിയണം. കൃപ പ്രാപിച്ച ദൈവമക്കൾ, ദാനിയേൽ പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, സന്ധ്യായാഗത്തിന്റെ സമയത്ത് വലിയ പ്രവചന വെളിപ്പാടുകൾ മറിയയുടെ അടുക്കൽ പോലും വന്ന് ദൂത് പങ്കുവച്ച ഗബ്രിയേൽ മാലാഖ ഇങ്ങോട്ട് വരികയാണ്. ഇത് അമ്മൂമ്മ കഥയല്ല. ഗബ്രിയേൽ മാലാഖ ബൈബിളിലെ ഒരു സംഖ്യാ കണക്ക് വിശകലനം ചെയ്യുക. 2023 നവംബർ മാസത്തിൽ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിന്റെ ഉൾപ്പെടെയുള്ള കാലഗണനയുടെ കണക്ക്, എനിക്ക് സമയപരിമിതി ഉണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവത്തിന്റെ ദാസൻ ഗബ്രിയേൽ മാലാഖ പറയുകയാണ്, ദാനിയേലേ, നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത്, അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടാൻ വലിയ മാറ്റങ്ങൾ, എൻ്റെ മടങ്ങി വരവും സഹസ്രാബ്ദ വാഴ്ചയും ഭൂമിയുടെ ഭാവിയും സംഭവിപ്പാൻ ഞാൻ ഇവിടെ ഈ രാജ്യത്തോടുള്ള ബന്ധത്തിൽ 70 ആഴ്ചവട്ടം നിന്റെ നാടിന് നിയമിച്ചിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ കണക്കുകൾ വിശകലനം ചെയ്യുന്നില്ല, കാരണം വളരെ സമയം അതിക്രമിച്ചു. പരിമിത മിനിറ്റുകൾ കൊണ്ടൊരു സന്ദേശത്തിന് ഞാൻ അവസാനം കുത്തിടും. ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് നിങ്ങളുടെ ഉള്ളിലോട്ടൊന്ന് കയറിയാൽ നല്ലതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളൊന്ന് എടുത്താട്ടെ. വളരെ വേഗം ആ ഭാഗത്തേക്ക് ഒന്ന് വരണം. ദൈവത്തിന് സ്തോത്രം. 9-ാം അധ്യായത്തിലേക്ക് വന്ന് അതിൻ്റെ 24-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ച് കേൾപ്പിക്കണം. പെട്ടെന്ന് അവസാനിപ്പിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് മനസ്സിലൊന്നാക്കിയാൽ നിങ്ങൾ ധന്യരായി. ഇത് പ്രാർത്ഥനാപൂർവ്വം ശ്രദ്ധിക്കാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 24 മുതൽ വായിച്ചു. വേഗം വായിച്ചു. അതിക്രമത്തെ തടസ്സം ചെയ്ത്, എല്ലാവരും ശ്രദ്ധിക്കണേ, അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാൻ, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തി, നിത്യനീതി ഉറപ്പുവരുത്താൻ, ദർശനവും പ്രവചനവും മുദ്രയിടുവാൻ, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇത് കലണ്ടറാണ്, കൃത്യ കണക്കാണ്. ഞാൻ ഇത് പറയുമ്പോൾ വേദപുസ്തകത്തിലെ പ്രവചന കണക്കിന്റെ പ്രസക്തി നിങ്ങൾ ഗ്രഹിക്കണം. ആവർത്തന പുസ്തകം പഠിച്ചാൽ യഹൂദരോടുള്ള ദൈവത്തിന്റെ ശിക്ഷാകാലത്തിന് ഏതാണ്ട് 7 കാലങ്ങളുടെ തികവുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കണക്കുകളുണ്ട്. 7 ഗുണം 360 സമം 2520 എന്ന കണക്കെടുത്തുകൊണ്ട് 1800കളിലെ കർത്തൃദാസന്മാർ പറഞ്ഞു, BC 606 മുതൽ 1914 വരെ എത്തുമ്പോൾ 2520 വർഷം ചരിത്രത്തിൽ പൂർണ്ണമാകും. അങ്ങനെയാണെങ്കിൽ 1914 യഹൂദനോടുള്ള ബന്ധത്തിൽ നിർണായക ദിവസങ്ങളായിരിക്കും. ഇത് 1800കളിൽ പ്രസംഗിച്ച പ്രസംഗ വിഷയമാണ്. പക്ഷെ നിങ്ങൾ ഓർക്കണം, കാലം മുൻപോട്ട് നീങ്ങി. പ്രവചന വ്യാഖ്യാതാക്കൾ പറഞ്ഞു 1914 നിർണായകമാണ്. ആസ്ട്രിയയുടെ സിംഹാസനാരൂഢനാകേണ്ട ഫ്രെഡറിക് ഫ്രാൻസ് ഫെർഡിനാൻഡോ അദ്ദേഹത്തിന്റെ ഭാര്യ സോഫിയോടുകൂടെ അവരുടെ വിവാഹത്തിന്റെ 14-ാം വാർഷികത്തിൽ തൊട്ടടുത്ത രാജ്യമായ സോർബിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു വിപ്ലവകാരി ഗ്രാനൈഡ് എടുത്തെറിഞ്ഞ് 60ഓളം അംഗരക്ഷകർ മരിച്ചു വീണപ്പോ ഒരംഗരക്ഷകൻ മരണത്തോട് മല്ലടിക്കുന്നറിഞ്ഞ് ഫെർഡിനാൻഡോ ഹോസ്പിറ്റലിലേക്ക് കാർ തിരിച്ചുവിട്ടു. ഒരു വഴിവക്കിൽ നിർത്തി ഫെർഡിനാൻഡോ വഴിവക്കിൽ ഒരു അപരിചിതനോട് വഴി ചോദിച്ചു. ഒരു വിപ്ലവകാരിയായിരുന്നു അയാൾ തോക്കെടുത്ത് ഫെർഡിനാൻഡോയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും 14-ാം വിവാഹ വാർഷികത്തിൽ വെടിവെച്ചു. ചോരയിൽ കുളിച്ച് ആലിംഗനബദ്ധരായി രണ്ടുപേരും ലോകത്തോട് ഇവിടെ പറഞ്ഞു. തൊട്ടടുത്ത പള്ളികളിലെ പള്ളിമണി അടിച്ചു. രാജ്യത്തോട് ഏറ്റുമുട്ടാൻ യുദ്ധപ്രഖ്യാപനം നടത്തി. ജർമ്മനി ഏറ്റുപിടിച്ചു. മഹായുദ്ധത്തിന് തിരശീല വീണു, അത് ഉയർന്നു. ഏതാണ്ട് 100 ലക്ഷം ആളുകൾ, 1 കോടി പേർ കൊല്ലപ്പെട്ടു. 1914 2520 എന്ന കണക്ക് കൃത്യമായി ആരംഭിച്ച് നമ്മുടെ കൺമുൻപിൽ ആ ജാതി പലസ്തീന്റെ മണ്ണിൽ കുടികയറാൻ ദൈവം വഴിയൊരുക്കിയത് ഒരു കാലക്കണക്കിലാണെങ്കിൽ നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ പ്രവചന കാലക്കണക്ക് കൺമുൻപിൽ നടക്കുന്നു. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ
തല ഉയർത്തിയിട്ട് പറയണം, മടങ്ങി വരവിന്റെ കാലം അടുത്തു വരികയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ഈ 6 കാര്യങ്ങൾ നിവർത്തിക്കപ്പെടാൻ, ദൈവിക കാര്യപരിപാടികളുടെ യുഗസന്ധ്യയിൽ നടക്കേണ്ട കാര്യങ്ങൾ നിവർത്തിക്കപ്പെടാൻ ഞാൻ 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് മോളെ ഒന്ന് വായിച്ചേ. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റിപ്പോർട്ട് ഞാൻ പറയാം. യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ ഏതാണ്ട് ദൈവത്തിന് സ്തോത്രം ഈ കണക്ക് കൃത്യം മനസ്സിലാക്കിയാൽ ബാബിലോൺ ആക്രമണത്തിൽ യെരൂശലേം തല്ലി തകർക്കപ്പെട്ടു എന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി. എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും എന്നോടൊപ്പം ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. BC 606 ഈ തകർച്ചയുണ്ടായത്. പക്ഷെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക, ബാബിലോൺ ഭരണം തുടികൊട്ടി നിൽക്കുന്ന കാലത്ത് വിളിച്ചു പറയുകയാണ്, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ. കടുകട്ടിയാണ് പ്രവചനമെങ്കിലും ഉള്ളിൽ കയറിയാൽ ഇത് നന്നായി പ്രയോജനപ്പെടും കേട്ടോ. ഈ പണ്ട് കഷായം കുടിപ്പിക്കുന്നത് കേട്ടിട്ടില്ലേ? അല്ല, കരപ്പന്റെ കാലത്ത് കഷായം കുടിച്ചവരായിരിക്കുമല്ലോ ഇവിടെ ഇരിക്കുന്നവരിൽ 99% ഞാൻ കുടിച്ചിട്ടുണ്ട്. മുട്ടിന് താഴോട്ട് നല്ലപോലെ കരപ്പൻ നിറഞ്ഞു നിൽക്കുമ്പോൾ മുട്ടിനിടയിലോട്ട് അപ്പൻ കയറ്റി അങ്ങോട്ട് പിടിച്ചു നിർത്തി 2 കൈയും കൂടെ പുറകി കെട്ടിയിട്ട് കട്ടിക്കഷായം, ഈ കടുങ്കാപ്പിയുടെ കളറുള്ളത് അസ്ഥി കഴിക്കുന്നത് കൊണ്ട് വായിലോട്ട് ഒഴിച്ചു തരും. എന്നെ അസ്വസ്ഥതയാണെന്നറിയാമോ? പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഉള്ളിലെ പെത്തശൂല മാറാൻ ഇവത്തേൽ 2 തോടം അകത്ത് ചെലുത്തിയാലേ പറ്റൂ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, സ്വത്രം പറയാൻ പെട്ടെന്ന് വരികയില്ലെങ്കിലും ഇതൊന്ന് ഉള്ളിൽ കയറിയാൽ ഭയങ്കര മാറ്റമുണ്ടാകും. അതുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയാൻ കൽപ്പന പുറപ്പെടുമ്പോൾ കലണ്ടർ പ്രവർത്തിച്ചു തുടങ്ങും. സ്തോത്രം. അഭിഷിക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം 1-ാം ഭാഗം പൂർത്തിയാകും എന്ന് പറഞ്ഞാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുക. 7 എന്ന് പറയുന്നത് 7 ഏഴുകളാണ്. അങ്ങനെയാണെങ്കിൽ 70 ആഴ്ചവട്ടം 70 ഏഴുകളാണ്. 70 ഏഴുകൾ ടോട്ടൽ കൂട്ടിയാൽ 490 ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ 490 വർഷത്തിന്റെ ഒരു ഘട്ടം കൊണ്ട് സംഭവങ്ങൾ ചിലത് നടക്കും. അതിൽ ഒന്നാമത് യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയാനുള്ള ഓർഡറാണ്. നിങ്ങൾക്കറിയാം ഒരു സംഭവം. നെഹമ്യാവ് അർത്ഥഹശിഷ്ട രാജാവിന്റെ കൊട്ടാരത്തിൽ പാനപാത്രവാഹകനായിരിക്കുന്നു. അത് BC 445 മാർച്ച് മാസം 14-ാം തീയതി എന്ന് ചരിത്ര ഗവേഷകന്മാർ ഗവേഷണം ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് 7 ഏഴുകൾ 49 വർഷം കഴിയുമ്പോൾ അഭിഷിക്തനായ ഒരു പ്രഭു രംഗത്ത് വരും. ഒരഭിഷിക്തൻ ചരിത്രത്തിൽ രംഗത്ത് വരും. സ്തോത്രം. ആ അഭിഷിക്തൻ ആലയ നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കും. അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം വീഥിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ പണിയും. സ്തോത്രം. പിന്നെ അഭിഷിക്തൻ രംഗപ്രവേശനം ചെയ്താൽ അവൻ ഛേദിക്കപ്പെടും. അവന് വേണ്ടി അല്ല താനും. യേശുക്രിസ്തുവിന്റെ മരണം റോമൻ പടയാളികളുടെ വിജയമല്ല, മഹാദൈവത്തിന്റെ നിർണയമാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ കരമുയർത്തി പറയണം, ഇതിന് പുറകിൽ സ്വർഗത്തിന്റെ കലണ്ടറുണ്ട്. നിങ്ങൾക്കറിയാമോ, BC 445 മാർച്ച് മാസം 14-ാം തീയതി മുതൽ ദാര്യാവേശ് കോരേശ് ഭരണം ചരിത്രത്തിൽ രംഗത്ത് വരുന്നത് വരെ 49 വർഷം പൂർത്തിയാകുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം പറയാം. കൊട്ടാരത്തിനകത്ത് ബെൽസസറിന്റെ കുടി നടക്കുക. കുടിയന്മാർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒടുക്കത്തെ ആഗ്രഹം വരും. അതുകൊണ്ട് തന്നെ ഒടുക്കത്തെ ആഗ്രഹമായിരുന്നു ദേവാലയത്തിലെ വിശുദ്ധപാത്രത്തിൽ കുടിക്കണമെന്ന്. എന്തായാലും കുടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സർവശക്തന്റെ കൈപ്പത്തി ഈ ആൾക്കൂട്ടത്തിനിടയിൽ കൂടെ അവന്റെ വിജയശിലയിൽ ഒരു കുറിപ്പ് കുറിച്ചു. എന്താ കുറിച്ചത്? മേനെ മേനെ തെക്കേ ലുഹാർസി. ദൈവത്തിന്റെ ന്യായവിധിയുടെ കയ്യെഴുത്തായിരുന്നു ഇത്. സ്തോത്രം. ദൈവത്തിന്റെ വിധി ഉയർന്നു. 538-ാം ആണ്ട് BC ജൂൺ മാസം 29-ാം തീയതി രാത്രിയിൽ ദാര്യാവേശിന്റെ ഭരണം, കോരേശിന്റെ ഭരണം ആരംഭിക്കത്തക്ക വിധത്തിൽ ബെൽസസറിന്റെ ഭരണം ചരിത്രത്തിൽ അസ്തമിച്ചപ്പോൾ 7-49 പൂർണ്ണമായി. കൃത്യം 49 വർഷം പൂർണ്ണമായപ്പോൾ ഇതാ ആ ഭരണം ചരിത്രത്തിൽ ആരംഭിച്ചു. കോരേശ് രംഗത്ത് വന്നപ്പോൾ യഹൂദ പ്രധാനികൾ കോരേശിനെ മുഖം കാണിക്കാൻ എത്തിയിട്ട് പറഞ്ഞു, കോരേശ്, താങ്കളുടെ അപ്പൻ കാമ്പിയാസ് ജനിക്കുന്നതിന് മുമ്പ്, അങ്ങേരുടെ അപ്പൻ ജനിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പുസ്തകത്തിനകത്ത് താങ്കളുടെ പേരെഴുതി വച്ചിട്ടുണ്ട്. എന്താ നിങ്ങൾക്കറിയാമോ? കോരേശന്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുന്നു.
വാതിലുകൾ അവന് തുറന്നിരിക്കേണ്ടതിന്, കതകുകൾ അവൻ അടയാതിരിക്കേണ്ടതിന് ഞാൻ അവന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് താമ്രവാതിലുകളെ തകർക്കും, ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളയും. ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധികളും നൽകും. വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ കാലം എത്ര നീങ്ങിയാലും നിവർത്തിക്കാൻ ആ കരം ചരിത്രത്തിൽ ഉയരും. എന്തിന്? ഇത് കേട്ട സമയം അടുത്ത പ്രവചനം കേൾപ്പിച്ചു. അവൻ എന്റെ ഹിതം നിവർത്തിക്കും, അവൻ എന്റെ അഭിഷിക്തൻ, അവൻ ആലയം പണിയും. ഓർഡർ പുറപ്പെട്ടു. ദൈവത്തിന്റെ പദ്ധതിയിൽ യെരൂശലേം ദൈവാലയത്തിന് നിർമ്മാണം നടക്കുന്നു. തുടർന്ന് കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. ഇതാ യുദ്ധങ്ങൾ നിർണയിക്കപ്പെട്ടു കഴിഞ്ഞു. ഒടുവിൽ ചരിത്രത്തിന്റെ പ്രത്യേക ഘട്ടമെത്തിയപ്പോൾ മറിയയ്ക്ക് പിറന്നവനായി നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ഈ ഭൂമിയിൽ ജന്മം കൊണ്ടു. യേശുക്രിസ്തുവിന്റെ ബലിമരണത്തിന്റെ സമയമെടുത്തു. കലണ്ടർ ചലിക്കുകയാണ്. അവസാന ഘട്ടമെത്തി. AD 31 മാർച്ച് മാസം 4-ാം തീയതി പെസഹ ദിവസം എത്തിയപ്പോൾ നമ്മുടെ രക്ഷകൻ ക്രൂശിക്കപ്പെട്ടു. കൃത്യം കലണ്ടറിൽ 69 ആഴ്ചവട്ടം പൂർണ്ണമായി. ദൈവത്തിന് സ്തോത്രം. അടുത്ത എന്താ നടക്കുന്നത്? പിന്നെ വരുവാനിരിക്കുന്ന പ്രഭു വരില്ല, അവന്റെ പടജനം വരും. സ്തോത്രം. അവൻ വെട്ടി നുറുക്കും. നിങ്ങൾക്കറിയാം, ദൈവത്തിന് സ്തോത്രം, അതിക്രൂരമായിരുന്നു ടൈറ്റസിന്റെ ആക്രമണം. പട്ടാളക്കാർ 2 പേർ വിശന്നു പൊരിഞ്ഞ വയറുമായി മതിൽക്കെട്ടിലൂടെ ഓടി നടക്കുമ്പോൾ മറിയ എന്നൊരു സ്ത്രീ മേൽക്കൂരയിൽ തയ്യാറാക്കിയ പാചകത്തിൽ സജ്ജമാക്കിയ ഇറച്ചി വറുത്തത് കഴിക്കാൻ തുടങ്ങുന്നു. തള്ളി മാറ്റിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കഴിക്കണം. അവർ വീണിട്ട് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, കണ്ടിട്ട് കഴിച്ചോണം ഒരു കാഴ്ച. അകത്തെ മൂലയിലേക്ക് കൊണ്ടുപോയി അടഞ്ഞ ഒരു പാത്രത്തിന്റെ മേൽമൂടി തുറന്നു കാണിച്ചു കൊടുത്തു. അതിനകത്ത് 2 വയസ്സ് പ്രായമുള്ളൊരു പിഞ്ചോമനയുടെ ശരീരം, കാലിന്റെ ഭാഗം വാർന്നെടുത്തിട്ട് അത് വറുത്ത് തിന്നുകയാണ് ഈ സ്ത്രീ. എത്ര ക്രൂരതയാണിത്! ഒരു കഠിന ഹൃദയക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? പെറ്റ കുഞ്ഞിനെ തിന്നാൻ പറ്റുമോ? പക്ഷേ വചനം നിവർത്തിക്കപ്പെടുന്നു. എന്താ വചനം നിവർത്തിക്കപ്പെട്ടത്? മോശ എഴുതി വെച്ചു, ഇറങ്ങിപ്പുറപ്പെടുന്നതിന് മുൻപ് പ്രമാണം ലംഘിച്ചാൽ നിന്റെ ഗർഭഫലമായി നീ തന്ന മക്കളുടെ മാംസം നീ തിന്നും എന്ന് എഴുതി വെച്ച വചനം നിവർത്തിക്കപ്പെട്ടു. 25 ലക്ഷത്തെയാണ് ടൈറ്റസ് മരം കിട്ടുവോളം ക്രൂശിച്ചത്. അവസാനം അവശേഷിച്ചവരെ പാറയിലിട്ട് വെട്ടി. ദൈവത്തിന്റെ കാര്യപരിപാടികൾ നിവർത്തിക്കപ്പെട്ടു. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം യെരൂശലേം നഗരം നശിപ്പിച്ചു. എന്നാൽ സെഹിയോൻ മാളികമുറിയിൽ കൊടുമുഴക്കത്തോടെ ആരംഭിച്ച ദൈവത്തിന്റെ തിരുസഭ ഇതിനകത്ത് കയറി ഇടം പിടിച്ചതുകൊണ്ട് കൃപയാൽ നാം ഈ ഇടക്കാലത്ത് വന്നു കയറാൻ അവസരം കിട്ടിയെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി പറയണം, പ്രവചനത്തിനിടയിൽ അകാല പ്രജ പോലെ എന്നെ കൂടെ സ്വീകരിക്കാൻ എൻ്റെ കർത്താവിന് പ്രസാദം തോന്നി. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, അങ്ങനെയാണെങ്കിൽ 69 ആഴ്ചവട്ടങ്ങൾ വള്ളി പുള്ളി വിസർഗ വ്യംഗ്യ ചമൽക്കാരം മാറ്റമില്ലാതെ സംഭവിച്ചെങ്കിൽ 70-ാം ആഴ്ചവട്ടം മാറ്റമില്ലാതെ സംഭവിക്കുമെന്നും മാനവ ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോണം, ഉണ്ടാകാൻ തുടങ്ങുന്നത് സാധാരണ സംഭവങ്ങളല്ല. ദൈവത്തിന് സ്തോത്രം. 70-ാം ആഴ്ചവട്ടത്തിന്റെ ഈ ചിത്രീകരണമൊക്കെ മണിക്കൂറുകൾ വിശദീകരിക്കേണ്ടതാണ്. 70-ാം ആഴ്ചവട്ടത്തിന്റെ ഒടുവിലത്തെ ദിവസം നിങ്ങൾക്കിത് കണ്ടാൽ ഹൃദയം തകരാതിരിക്കയില്ല. കഴിഞ്ഞ ദിവസത്തെ ഗാസാക്രമണത്തിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ പുറത്തുകൂടെ വെടിയുണ്ട കയറിപ്പോയ രംഗമാണ്. നിങ്ങൾ തിരിച്ചറിയണം, അവിടെ ശവപ്പറമ്പാകുമ്പോൾ എഴുതിയ വചനമെന്താ? ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും പരിഭ്രമപാത്രമാക്കും. യെരൂശലേമിന്റെ നിരോധനത്തിങ്കിൽ അത് യഹൂദയ്ക്കും വരും. സ്തോത്രം. പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെയുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി 2 നടുവേ പിളർന്നു പോകും. അങ്ങനെയാണെങ്കിൽ അന്നാളിൽ പ്രയോഗം തുടങ്ങുകയാണ്. സക്കറിയ 12 ആദ്യത്തെ പ്രയോഗം. സക്കറിയ 12 നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. ത്രൂ ഓൾ ദ പീപ്പിൾ ഓഫ് ദ എർത്ത് ബി, ദൈവത്തിന്റെ സ്തോത്രം, gathered together against it.
ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും യെരൂശലേമിനെതിരെ കൂടി വരും എന്ന് എഴുതി വെച്ച ദൈവത്തിന്റെ വചനം കൈകൾ ഉയർത്തിപ്പിടിക്കുന്ന ദൈവമക്കൾ അത് കണ്ടല്ല സ്തോത്രം ചെയ്യേണ്ടത്. ഇതൊരടയാളമാണ്. ഇതിന്റെ പുറകെ മറ്റൊരാൾ വരുന്നുണ്ട്. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെയുള്ള ഒലിവുമലയിൽ നിൽക്കും. കൃപ പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറയണം, എൻ്റെ നാഥൻ വരാറായി. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? മഹാദൈവത്തിന്റെ കരം ചലിക്കുകയാ. നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ സ്ക്രീനിൽ കാണാം ഒരു 666 ചിത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നടക്കാൻ തുടങ്ങുന്ന യുദ്ധം മാനവജാതിയുടെ ചരിത്രത്തിൽ അതിക്രൂരമായിരിക്കും. ഞാനിവിടെ നിന്ന് വിളിച്ചു പറയുന്നു, യഹൂദനെ അമേരിക്ക കൈവിടും. യഹൂദനെ അയൽ രാജ്യങ്ങൾ പിച്ചി ചീന്തും. സ്തോത്രം. യഹൂദന്റെ കൂട്ടത്തിൽ വംശഹത്യ ഭീകരമായി നടക്കും. രാസായുധവും അണ്വായുധവും ഒരുപോലെ ആ മണ്ണിൽ ഉപയോഗിക്കപ്പെടും. ഗ്രേറ്റ് ബ്രിട്ടൻ ആകട്ടെ, ഓസ്ട്രേലിയ ആകട്ടെ, കാനഡയാകട്ടെ, ഇവയുടെ പിന്തുണ കിട്ടാതെ അയൽ രാജ്യങ്ങൾ മാംസം പിച്ചി ചീന്തി ഇവനെ തല്ലി തകർക്കുന്ന സമയം അവൻ ഒരിക്കൽ അവഗണിച്ച നാഥന് വേണ്ടി അവൻ നിലവിളിക്കുമ്പോൾ അവിടുത്തെ കാൽ ഒലിവുമലയിൽ നിൽക്കും. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ഈ സംഭവങ്ങൾക്ക് തിരശീല ഉയരുന്നതിന് മുൻപ്, ഈ ദുരന്തങ്ങൾക്കിടയിൽ ഈ സാധനം ചരിത്രത്തിൽ രംഗപ്രവേശനം ചെയ്യും. അവനാണ് എതിർ ക്രിസ്തു. അവന്റെ പാദവിന്യാസങ്ങൾ കേൾക്കുന്ന ദൈവമക്കൾ പറയണം, ഞങ്ങൾ വീട്ടിൽ പോകാൻ സമയം അടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഓർക്കണം, ദൈവത്തിന് സ്തോത്രം. ഇവിടെ കാണുന്ന ബാർകോഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാനൊരു വാക്യം പറയുമ്പോൾ നിങ്ങൾ ആ വിഷയത്തിലെ വാക്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഭൂമിയെ വിഭജിപ്പിച്ചതെന്താ? ലോകത്തെ വ്യത്യസ്ത തട്ടുകളിലാക്കിയതെന്താ? തട്ടുകളിലാക്കിയത് ഭാഷ പിണക്കമാണ്, അല്ലേ? ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ഭാഷ പിണങ്ങിയാണ് ലോകം ഭൂഖണ്ഡങ്ങൾ വിഭജിക്കപ്പെട്ടു പോയത്, അല്ലെങ്കിൽ ഇത്രയും ഗോത്രങ്ങൾ ഉണ്ടായത്. എന്നാൽ ഈ വിഭജനത്തിനെതിരെ ഒരു റിയാക്ഷൻ സംഭവിക്കണമെങ്കിൽ ഭാഷയ്ക്ക് അതീതമായൊരു ഭാഷയുണ്ടായാൽ വിഭജിക്കപ്പെട്ട ലോകം ഒറ്റക്കൊടക്കയിലാകും. ശ്രദ്ധിക്കണേ, മലയാള ഭാഷ ഹിന്ദിക്കാരനറിയില്ല, ഹിന്ദി ഭാഷ തമിഴിനറിയത്തില്ല, വിഭജനമാണ്. എന്നാൽ മലയാളിക്കും ഹിന്ദിക്കും ഇംഗ്ലീഷുകാരനും മൊത്തം അറിയാവുന്ന ഒരു കോമൺ ഭാഷ വന്നാൽ ഭാഷയ്ക്കതീതമായി മനുഷ്യനൊന്നാകും. ഞാൻ പറയാം, ഭാഷയ്ക്കതീതമായ ഭാഷയാണ് കമ്പ്യൂട്ടറിൻ്റെ ഭാഷ. WWW വേൾഡ് വൈഡ് വെബ്. നിങ്ങൾക്കറിയാവോ? വേൾഡ് വൈഡ് വെബ്. ഇത് 6ന്റെ പ്രത്യേക ബന്ധമുള്ള ഭാഷയാണ്. നിങ്ങൾ ഓർക്കുക, 119-ാം സങ്കീർത്തനത്തിന്റെ 6ാം ഖണ്ഡിക വൗ ആണ്. എബ്രായ ഭാഷയിലെ വൗവിന് തുല്യമാണ്. 6 വൗ ആണെങ്കിൽ വൗ 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 WWW 6 തയ്യാറെടുക്കുകയാണ്. എങ്ങനെ തയ്യാറെടുക്കുന്നു? വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവൻ അല്ലാതെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു. എനിക്കിതിൻ്റെ കുറച്ച് ചരിത്ര വസ്തുതകളോട് വിശദീകരിക്കണമെന്ന് ഉള്ളിൽ തിളപ്പുണ്ടെങ്കിലും അവസാനിപ്പിക്കുമെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ മുദ്രയായ സംഖ്യ. എല്ലാവരും കൂടെ ചേർന്ന് ശബ്ദം ഉയർത്തി ഒന്ന് പറയാമോ? പേരിൻ്റെ, എന്നോട് ശബ്ദം ഉയർത്തി, പേരിൻ്റെ, ചൂടെ ശബ്ദം ഉയർത്തി, പേരിൻ്റെ സംഖ്യയായ മുദ്ര. മുദ്ര എന്ന് പറഞ്ഞാൽ എംബ്ലം. എംബ്ലത്തിന്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന സംഖ്യ. വിൽക്കുന്നവനും വാങ്ങുന്നവനും ഈ എംബ്ലത്തിന്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന സംഖ്യയിൽ ബിസിനസ് നിയന്ത്രിക്കപ്പെടുന്ന ഒരു കാലം ചരിത്രത്തിൽ വരും. എന്ന് പറഞ്ഞാൽ അത് ഒരു എംബ്ലമാണ്. ആ എംബ്ലം ഒരു സംഖ്യയാണ്. പ്രഥമ വീക്ഷണത്തിൽ സംഖ്യ കാണില്ല, എംബ്ലത്തിന്റെ പുറകിൽ സംഖ്യ മറഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾ തിരിച്ചറിയണം. ബാർകോഡ് നിങ്ങൾക്കറിയാം. 2 ബാർകോഡിലെ തുല്യ രൂപങ്ങളിലെ 2 വരകൾ പുറത്തേക്ക് തള്ളിയാൽ 6നോട് ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ സംഖ്യ. 3 വശങ്ങളിൽ ഒരുപോലെ 2 ബാർകോഡ് രേഖകൾ പുറത്തേക്ക് തള്ളിയാൽ 6 എന്നതിൻ്റെ ബന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉപ്പോ ഉള്ളിയോ ജീരകമോ കപ്പലണ്ടിയോ എന്നാ എടുക്കാൻ കമ്പ്യൂട്ടർ സ്റ്റോറിൽ ചെന്നാലും നേരെ അത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ പണ്ടത്തെ പോലല്ല എഴുതിയിരിക്കുന്നത്, ബാർകോഡാണ്. അതൊരു സംഖ്യയാണ്, പക്ഷേ അതൊരു എംബ്ലമാണ്. എംബ്ലത്തിന്റെ പുറകിൽ സംഖ്യ മറഞ്ഞിരുന്നു കൊണ്ട്
ബിസിനസ്സുകൾ നിയന്ത്രിക്കപ്പെടുന്ന കാലം വരുമെന്ന് എഴുതി വെച്ച വചനം കൈകളിലിരിക്കുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം. അത് സംഭവിച്ച് തുടങ്ങുമ്പോൾ എൻ്റെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് ഞാൻ നിവർന്ന തലയെ ഉയർത്തുകയാണ്. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എൻ്റെ കർത്താവ് വരാറായി, എൻ്റെ കർത്താവ് വരാറായി. ഒന്ന് വാ തുറന്ന് വിളിച്ചു പറഞ്ഞ ദൈവമക്കളെ, ഞാൻ ഇന്ന് രാത്രി ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾ ഓർക്കണം, ആകപ്പാടെ പ്രകൃതിയുടെ താളം തകരുകയാണ്. ഞാൻ ഭൂകമ്പങ്ങളുടെ ലിസ്റ്റൊക്കെ ഞാൻ കൊണ്ടുവന്നിരുന്നു. ഈ ലിസ്റ്റിനകത്തൊക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുകയാണ്. ഏതാണ്ട് 614 ഭൂകമ്പങ്ങളാണ് 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതെങ്കിൽ ഇങ്ങോട്ട് വന്ന 6000 ഭൂകമ്പങ്ങൾ 20-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നിരവധി ഭൂകമ്പങ്ങൾ ഉണ്ടാകത്തക്ക വിധത്തിൽ ഭൂഗർഭ ടെക്ട്രോണിക് പ്ലേറ്റുകൾ ചലിക്കുകയാണ്. സാധാരണ ഭൂകമ്പമല്ല. വെളിപ്പാട് പുസ്തകം 16 പ്രയോഗമുണ്ട്. വലിയൊരു ഭൂകമ്പം ഉണ്ടായി. മധ്യപൂർവ്വ പ്രദേശം 3ആയി പൊട്ടിക്കീറി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭൂവിഭാഗം പാർക്കുന്ന ജനതയുടെ ഭൂകേന്ദ്രം പൊട്ടിക്കീറത്തക്ക ഭൂകമ്പം വരാൻ തുടങ്ങുകയാണ്. എന്നാൽ ഈ ദുരന്തങ്ങളുടെ കൂടിപ്പെയ്ത്ത് പെയ്യുമ്പം ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ നിത്യവീടണഞ്ഞിരിക്കും. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ശബ്ദമുയർത്തി ഒന്ന് വാ തുറന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിച്ചേ. ഇടം വലം ഇരിക്കുന്നവരെ മറക്ക. എല്ലാവരും ബൈബിളൊക്കെ നടച്ചേ. ശബ്ദമുയരട്ടെ. എല്ലാ ദൈവമക്കളുടെയും നാവിൽ നിന്ന് സ്തോത്രത്തിന്റെ ശബ്ദമുയരട്ടെ. കാലാവസ്ഥ മാറി മറയുന്നു, മാരക രോഗങ്ങൾ വർദ്ധിക്കുന്നു, കോവിഡ് പോലെയുള്ള ദുരന്തങ്ങൾക്ക് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഭീകരതകളുടെ കൂടിപ്പെയ്ത്തുയരുന്നു. ദൈവത്തിന് സ്തോത്രം. പലസ്തീന്റെ മണ്ണ് രക്തച്ചെളിയിൽ വികൃതമാകുന്നു. നമ്മുടെ നാഥന്റെ പ്രവചനങ്ങൾ ഒന്നൊന്നായി നിവർത്തിക്കപ്പെടുന്നു. 70-ാം ആഴ്ചവട്ടത്തിലേക്ക് മാനവജാതി അടുക്കുന്നു. എൻ്റെ കർത്താവ് വരാറായി. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ്റെ മുൻപിലിരിക്കുന്ന സകല ദൈവമക്കളും ശബ്ദമുയർത്തി ചില മിനിറ്റുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രാത്രിയായി ഈ രാത്രി തീരുന്ന രാത്രിയാകണം. ഇടത്തും വലത്തും നോക്കണം. ഇതിനകത്തിരിക്കുന്ന അഭിഷേകം പ്രാപിച്ച സകല ദൈവമക്കളും അന്യഭാഷയിൽ ഇതിനകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എൻ്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാരും എൻ്റെ വശത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവഭൃത്യന്മാരും ചില മിനിറ്റുകൾ ആത്മാവിൽ ജാഗരിച്ചു കൊണ്ടിരിക്കണം. ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്ന് രാത്രി കടക്കുന്ന കടപ്പുമുറി നിങ്ങളുടെ മരണമുറിയായി മാറിയാൽ നിങ്ങൾ നിത്യതയിലായിരിക്കുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ കർത്താവിനെ ആത്മാവിൽ ആരാധിച്ചു മാത്രമേ ഇന്ന് രാത്രി കടന്നു പോകാവൂ. നിങ്ങൾ ഇന്ന് രാത്രി ഈ പിക്ചറുകളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഞാൻ നിങ്ങളെ 2 ചിത്രങ്ങൾ ഇതിനകത്തൊന്ന് കാണിക്കാം. ദൈവത്തിന് സ്തോത്രം. ആ 2 ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് കാണണം. ഇതൊരു കുട്ടിയുടെ ചിത്രമാണ്, ഇതൊരു പെട്ടിയുടെ ചിത്രമാണ്. നിങ്ങൾ നോക്കുക, ഒരു കുട്ടിയുടെ ചിത്രമാണിത്, ഒരു പെട്ടിയുടെ ചിത്രമാണിത്. ജീവിതത്തിന് എത്രയുണ്ട് ദൈർഘ്യം? പിള്ളത്തൊട്ടിലിൽ തുടങ്ങി ഉറക്ക കട്ടിൽ തുടർന്ന് ശവപ്പെട്ടിയിൽ തീരുന്ന ജീവിതം. തൊട്ടിൽ മുതൽ പെട്ടി വരെ ശ്രദ്ധിക്കൂ, തൊട്ടിൽ മുതൽ പെട്ടി വരെ എത്ര നാളിനിയും ബാക്കിയുണ്ട്. സ്തോത്രം. ചന്ദ്രബിംബത്തിൽ കാലൂത്തി കാർ ഓടിക്കാനല്ല ജ്ഞാനം പ്രാപിക്കേണ്ടത്, സ്വന്തം നാളുകളെ എണ്ണാൻ ജ്ഞാനം പ്രാപിക്കണം. ഇന്ന് രാത്രി ഓർക്കണം, അധികം താമസിക്കാതെ കർത്താവ് വരും. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നിന്റെ ആയുസിന്റെ തിരശീല വീഴുമ്പോൾ നിന്റെ വീടിന്റെ സിറ്റ് ഔട്ടിലെ ആടുന്ന ബെഞ്ചിൽ നിന്റെ ഡെഡ് ബോഡി അന്ത്യ ചുമ്മനത്തിൽ ഇരിക്കുന്ന ദിവസം വരും. എന്നാൽ എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് എന്ന് ബോധ്യമുള്ള ഒരു ദൈവപൈതൽ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ഈ രാത്രി ആത്മാവിൽ ഒരുങ്ങുന്ന രാത്രിയാണ്. എൻ്റെ പിൻപിലും മുൻപിലും ഇരിക്കുന്ന കർത്തൃദാസന്മാർ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. പ്രിയ സുനീഷ് പാസ്റ്ററൊക്കെ മുൻപോട്ടൊന്ന് കടന്നു വരും. നിങ്ങൾ എല്ലാവരും ദൈവസ്ഥലം ഒന്ന് എഴുന്നേൽക്കണം. ദൈവത്തിന് സ്തോത്രം ഒന്ന് എഴുന്നേൽക്കണം. പോയൊരു ദിവസം അതുപോലെ ഈ ഭൂവിലെ വാസവും നീങ്ങിപ്പോവും. നീ അത് ധ്യാനിച്ചീശെങ്കിൽ ആശ്രയം പുതുക്കണം ഈ ക്ഷണത്തിൽ. ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ ഈ ദിനം ആരറിഞ്ഞു? വിശ്രമവാസത്തിലാകുമോ ഞാൻ ഏതിനും ഒരുങ്ങുകന്നാത്മാവേ. ആ 2 കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. കർത്താവേ, കാലഗതി അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. പ്രകൃതിയുടെ താളം തകരുകയാണ്. മധ്യപൂർവ്വ പ്രദേശ പ്രവചനങ്ങൾ കൂട്ടമായി നിവർത്തിക്കപ്പെടുകയാണ്. എൻ്റെ നാഥന്റെ കാലൊച്ച ഞാൻ കാതിൽ കേൾക്കുന്നു.